കഴിഞ്ഞ പകൽ ചിന്തിച്ച നമ്മുടെ ദൈവത്തിൻ്റെ വചനം ഏതാണെന്ന് ഓർമ്മയുണ്ടോ? 2 ശമൂവേൽ 6-ാം അധ്യായത്തിൻ്റെ 9 മുതൽ ഉള്ള വാക്യം വായിച്ച. അന്ന് ദാവീദ് യഹോവയെ ഭയപ്പെട്ടു പോയി. എങ്ങനെ ഈ പെട്ടകം കൊണ്ടുവരേണ്ടു എന്ന് അവൻ പറഞ്ഞു. സ്തോത്രം. മതി. നല്ല കർത്താവേ, നല്ല സമയത്തിനായി സ്തോത്രം. ഈ ഉപവാസ പ്രാർത്ഥനയുടെ 2ാമത്തെ രാത്രിയിൽ ഞങ്ങൾ ഒരുമിച്ച് തിരുമുഖം അന്വേഷിക്കുന്ന ഈ സന്ധ്യാവേളയിൽ അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളുടെ നടുവിലുള്ളതിനായി സ്തോത്രം. അങ്ങയുടെ ദാസനായി, കുടുംബത്തിനായി, കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം. ദൈവസഭയ്ക്കായി, എല്ലാ ദൈവമക്കൾക്കായി സ്തോത്രം. ഈ സന്ധ്യാവേളയിലൂടെ ആയിരിക്കുന്ന നിന്റെ കുഞ്ഞുങ്ങളെ ദൈവം അനുഗ്രഹിക്കണമേ. പ്രിയപ്പെട്ടവരെ കർത്താവ് സഹായിക്കണമേ. ഈ രാത്രി ദൈവം അവർക്ക് വേണ്ടി ചെയ്യേണ്ട എല്ലാ അത്ഭുതങ്ങളും അടയാളങ്ങളും ദൈവപ്രവൃത്തി കുറഞ്ഞു പോകരുത്. കർത്താവേ, ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അവരുടെ ശരീരത്തിന് ആവശ്യമായ വിടുതൽ, ജനത്തിന്റെ മനസ്സിന്റെ സമാധാനം ദൈവമേ, അവർ തലമുറകളുടെ വിടുതൽ, അവർ ആത്മീയമായ പരിവർത്തനം ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, തന്റെ ജനത്തിന്റെ തല ഉയർത്തുന്ന ദിവസങ്ങളാക്കണമേ. എവിടെയൊക്കെ തന്റെ ജനം നിന്ദിക്കപ്പെട്ടു, എവിടെയൊക്കെ തല കുനിക്കേണ്ടി വന്നു, എവിടെയൊക്കെ മൗനമാകേണ്ടി വന്നു, എവിടെയൊക്കെ മുഖം മറക്കേണ്ടി വന്നു, എവിടെയൊക്കെ ഒഴിഞ്ഞു മാറേണ്ടി വന്നു, അവിടെയൊക്കെ തല ഉയർത്തുന്ന ഒരു ദൈവം ഈ രാത്രി ഞങ്ങളുടെ നടുവിലുള്ളതിനായി സ്തോത്രം. ദൈവം അത് ചെയ്യാൻ പോകുന്നതിനായി സ്തോത്രം. അതിന് തടസ്സമായി നിൽക്കുന്ന ദേശത്തിന്റെ പോരുകൾ, പാരമ്പര്യത്തിന്റെ കെട്ടുകൾ, എല്ലാ അന്യാരാധനകൾ, പൈശാചിക കെട്ടുകൾ, മന്ത്രവാദങ്ങൾ, നേർച്ചകൾ, കാഴ്ചകൾ, ആഭിചാരങ്ങൾ എല്ലാം ഇന്ന് രാത്രി യേശു കർത്താവിന്റെ നാമത്തിൽ കുടുംബങ്ങളെ വിട്ട്, വ്യക്തികളെ വിട്ട്, ദൈവസഭയുടെ പ്രവർത്തനങ്ങളിൽ ഒഴിഞ്ഞുമാറി ആ ദൈവത്തിന്റെ മഹത്വം മാത്രം വെളിപ്പെടാൻ ഈ രാത്രി ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഒരു ദുഷ്ടശക്തിയും തന്റെ ജനത്തെ തൊട്ടുപോകരുത്. ആത്മാവിനെ വേർതിരിച്ച് പ്രാർത്ഥിക്കുന്നു. യേശു കർത്താവിന്റെ നാമത്തിൽ പാപങ്ങളെയും തേടുകളെയും ശത്രുവിന്റെ സകല ഇടത്തെയും ചവിട്ടുവാൻ അധികാരം തന്ന യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഈ രാത്രി ഞങ്ങൾ ഒരുമിച്ച് ജയം പ്രഖ്യാപിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഞങ്ങളുടെ നടുവിലുള്ളതിനായി സ്തോത്രം ചെയ്യുന്നു. ഓരോ വ്യക്തികളെയും ഈ രാത്രി ദൈവം കൊടുമാറാകണമേ. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം അവരുടെ മൺകൂടാരങ്ങളിൽ വ്യാപരിക്കണമേ. വാഗ്ദത്തത്തിന്റെ രാത്രി കൈമാറുന്നു. തന്റെ ജനത്തോട് ദൈവത്തിന്റെ ആലോചന കൈമാറുന്നു. ദൈവത്തിന്റെ മഹത്വം കൈമാറുന്നു. താവേ, ഇന്ന് രാത്രി ദൈവം ചെയ്യുന്നത് കൊണ്ട് സ്തോത്രം ചെയ്യുന്നു. ആത്മാവിനെ ഞങ്ങൾ ഒരുമിച്ച് സ്തോത്രം ചെയ്യുക. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. ഞങ്ങളുടെ വചനം ഞങ്ങളോട് ശക്തമായി ഇടപെടാൻ പോകുന്നതിനായി സ്തോത്രം. ഞങ്ങളെ ഒരുമിച്ച് അനുഗ്രഹിക്കാൻ പോകുന്നതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. വിശുദ്ധ വേദപുസ്തകത്തിൽ പഴയ നിയമത്തിൽ 3 പെട്ടകങ്ങളെ നമുക്ക് പഠിക്കാൻ കഴിയും. എന്നാൽ ഈ പെട്ടകങ്ങൾ പുതിയ നിയമ ദൈവസഭയോട് ബന്ധപ്പെട്ട് കിടക്കുന്ന, കർത്താവിന്റെ വരവിനോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ചില സത്യങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് ചില വ്യക്തികളൊക്കെ ഈ കാലങ്ങളിൽ പഠിപ്പിക്കുന്ന ചില പഠിപ്പീരുകളുണ്ട്. എന്താന്ന് ചോദിച്ചാൽ, പഴയ നിയമം വേണ്ട, പുതിയ നിയമം മതി. സ്തോത്രം. ഈ രാത്രി ഞാൻ പറയാം, വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു തന്റെ ശുശ്രൂഷയുടെയും തന്റെ ജീവിതത്തിന്റെയും എല്ലാ സാഹചര്യങ്ങളിലും താൻ പഴയ നിയമത്തെ അതിൻ്റെതായ അർത്ഥത്തിലും അടിസ്ഥാനത്തിലും പഠിപ്പിച്ച അനുഭവങ്ങൾ നമുക്ക് കാണുവാനായി തീരും. നോക്കൂ, വാഴ്ത്തപ്പെട്ട കർത്താവായ
യേശുക്രിസ്തുവിന്റെ ജനനം തന്നെ അതിൽ ഉൽപ്പത്തി 3:15 വിശുദ്ധ വേദപുസ്തകത്തിലെ ആദ്യത്തെ പ്രവചനം പിതാവായ ദൈവമാണ്. ഉൽപ്പത്തി 3:15 പിതാവായ ദൈവം അവൻ ആദ്യത്തെ പ്രവചനം, ആദ്യത്തെ ദൂത് ലോകത്തോട് പറയാനിടയായി. ഒരിക്കൽ കൂടെ പറഞ്ഞാൽ അവൻ ആ ദൂത് എന്താണ്? ആര് മനുഷ്യനെ തകർത്തു കളഞ്ഞോ, ആര് മനുഷ്യനെ ഇല്ലായ്മ ചെയ്തോ, ഞാൻ സൃഷ്ടിച്ച എന്റെ ജനത്തെ, ഞാൻ ഉണ്ടാക്കിയ എന്റെ ജനത്തെ, എന്നോട് കൂടെ ഇരിക്കേണ്ട എന്റെ ജനത്തെ ആര് തകർത്തോ അവനെ നോക്കിയിട്ട് പറയുക, നിന്റെ തല തകർക്കുന്ന ഒരുവനെ ഞാൻ ഈ ലോകത്തിലേക്ക് അയക്കും. ഇന്ന് രാത്രി എത്ര പേർക്ക് ഉറപ്പുണ്ട്? ഈ രാത്രി ചിലരുടെ തലയെ തകർക്കാൻ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുക്രിസ്തു ഈ രാത്രി ഇവിടെ വന്നിട്ടുണ്ടെന്ന് ഉറപ്പുള്ള എത്ര ദൈവമക്കളുണ്ട്? യേശു ലോകത്തിലേക്ക് വന്നത് എന്തിനാണ്? യോഹന്നാന്റെ ലേഖനം പറയുന്നു, പിശാചിന്റെ പ്രവർത്തികളെ അഴിപ്പാൻ ദൈവപുത്രൻ സ്വർഗ്ഗത്തിൽ നിന്ന് ഈ ലോകത്തിലേക്ക് വന്നു. ഈ രാത്രി ആത്മാവിനെ വിളിച്ചു പറയാം, പിശാചിന്റെ പ്രവൃത്തി അഴിപ്പാൻ ദൈവപുത്രൻ ലോകത്തിൽ വന്നെങ്കിൽ ഈ രാത്രി ഈ ശുശ്രൂഷയിൽ ആത്മാവിനെ പ്രഖ്യാപിക്കുന്നു. ആമേൻ. പിശാചിന്റെ തലയെ തകർത്തുകൊണ്ട് ഈ രാത്രി ദൈവസഭയ്ക്ക് ഒരു ജയം ഈ രാത്രി ഞാൻ കൽപ്പിക്കുകയാണ്. കുടുംബങ്ങൾക്ക് ജയം പ്രഖ്യാപിക്കുന്നു, തലമുറകളുടെ ജയം പ്രഖ്യാപിക്കുന്നു. ഇന്ന് രാത്രി നീ ഭയപ്പെടുന്നത് ഒന്നും സംഭവിക്കില്ല. ഈ രാത്രി പിശാചിന്റെ തല തകർക്കുവാൻ ഒരു ലോകത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് ദൈവസഭയുടെ നാഥനായ യേശുക്രിസ്തുവാണ്. 33 വയസ്സിൽ തന്റെ യുവത്വത്തിന്റെ ശരീരവും തന്റെ രക്തവും ഈ രാത്രി വില കൊടുത്തെങ്കിൽ ആ സ്ത്രീയുടെ സന്തതിയായ ഒരു ലോകത്തിൽ വന്നെങ്കിൽ അത് ദൈവസഭയുടെ അധികാരമാണ്. അധികാരമുള്ളവൻ ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടുണ്ട്. ഈ രാത്രി നമുക്ക് ഭയം പിശാചിനെ അല്ല, നമുക്ക് ദൈവത്തെ ഭയപ്പെടാം. പിശാചിനെ അല്ല ഇന്ന് രാത്രി ഭയപ്പെടേണ്ടത്. അവന്റെ തല തകർത്തുകൊണ്ട് ഒരുവൻ ലോകത്തിൽ ഇവിടെ ഉണ്ട്. ആമേൻ. ഇന്ന് രാത്രി നമുക്ക് ദൈവത്തെ ഭയപ്പെടാം. പഴയ നിയമത്തിൽ 3 പെട്ടകങ്ങളെ നമുക്ക് പഠിക്കുവാൻ കഴിയും. ഞാൻ ഉച്ചയ്ക്ക് കൊണ്ട് നിർത്തിയ ഭാഗം ഉൽപ്പത്തി പുസ്തകം 8-ാം അധ്യായത്തിന്റെ ആരംഭവാക്യമാണ്. ആമേൻ. അവിടെ അവൻ ഒരു പെട്ടകത്തെ നമുക്ക് പഠിക്കാൻ കഴിയും. വായിച്ചു. നോഹിയെയും പെട്ടകത്തിലുള്ള സകല ജീവികളെയും ഓർത്തു. സ്തോത്രം. അപ്പൊ ഈ പെട്ടകത്തിൽ ഒത്തിരി ആളുകളൊന്നുമില്ല. ഉണ്ടോ? 1 പത്രോസ് 3:21 അല്പജനം എന്ന് വെച്ചാൽ 8 പേര്. എത്ര പേരുണ്ട് ഈ സഭായോഗത്തിന്? ഈ കൂട്ടായ്മയ്ക്ക് എത്ര പേരുണ്ട്? ഈ ആരാധനയ്ക്ക് എത്ര പേരുണ്ട്? ഇന്ന് രാത്രി എത്ര പേർക്ക് മനസ്സിലാകുന്നു? ഒരു ചെറിയ കൂട്ടം, 8 പേര് ആത്മാവിൽ ദൈവത്തെ ആരാധിക്കുന്ന ദൈവത്തിന്റെ പെട്ടകത്തിനകത്ത് ഈ രാത്രി ആയിരിക്കുന്ന ആ ദൈവ കൃപയോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന്റെ പ്രവർത്തിക്ക് ഒത്തിരി പേരൊന്നും വേണ്ട. ഒരുപാട് ജനമൊന്നും വേണ്ട. ഇന്ന് രാത്രി അവന്റെ ശബ്ദം കേട്ട് വിശ്വസിക്കുന്ന, അവന്റെ ആജ്ഞ അനുസരിക്കുന്ന വീരന്മാർ ഇന്ന് രാത്രി ഇവിടെ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഒരു പെട്ടകത്തെ ഒരുക്കിയിട്ടുണ്ട്. ഈ ലോകത്തിൽ ഞാൻ വിളിച്ചു പറയാം, ദുഷ്ട പിശാചേ, എന്റെ ജനത്തെ തകർത്തു കളയുവാൻ നീ എന്തെല്ലാം പദ്ധതികൾ ഈ ലോകത്തിൽ ഒരുക്കിയാലും അതിന്റെ നടുവിൽ കൂടെ ഒരു ചെറിയ കൂട്ടത്തെ രക്ഷിക്കാൻ ഒരു പെട്ടകം ഈ രാത്രി സ്വർഗം ഒരുക്കി വെച്ചിരിക്കുന്നു. ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഉൽപ്പത്തി പുസ്തകം 6-ാം
അധ്യായത്തിലേക്ക് വരുമ്പോൾ ഈ പെട്ടകം ഉണ്ടാക്കുവാനുള്ള കാരണം നമ്മൾ ഉച്ചയ്ക്ക് ചിന്തിച്ചു. എന്താണ് ഈ പെട്ടകം ഉണ്ടാക്കാനുള്ള കാരണം? അതിന്റെ 6-ാം അധ്യായത്തിന്റെ സ്തോത്രം 4-5 വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ ദൈവം തമ്പുരാൻ മനുഷ്യനെ സൃഷ്ടിച്ചത് കൊണ്ട് അനധിമിപ്പാനിടയായി, ആമേൻ, ദുഃഖിപ്പാനിടയായി. ആമേൻ 6-7 വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ മനസ്സിലാകുവാൻ തരും എന്താണ് അവര് ആമേൻ ആ അനുഭവത്തിൽ വന്നത്. കാരണം അവർ ബോധിച്ചവരെ തെരഞ്ഞെടുത്തു. അവർ സ്വയം തെരഞ്ഞെടുപ്പ് വെച്ചു. ഞാൻ ഇന്ന് രാത്രി പ്രധാനപ്പെട്ട വാക്കുകൾ പറഞ്ഞ് ഞാൻ എന്റെ വാക്കുകളെ പെട്ടെന്ന് ശ്രദ്ധിക്കും, വളരെ ശ്രദ്ധിക്കും. നോക്കുക, നമ്മൾ ഉച്ചയ്ക്ക് ഭാഗം ചിന്തിച്ചതാണ്. ബോധിച്ചവരെ തെരഞ്ഞെടുക്കും. ലൂക്കോസ് 17 അവൻ നമ്മൾ ചിന്തിച്ച് 26-ാം വാക്യം കൂടെ ചേർത്ത് വായിച്ചപ്പോൾ അവിടെ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അവൻ ലൂക്കോസ് 17-ന്റെ 26-ാം വാക്യം കൂടെ ചേർത്ത് വായിച്ചാൽ നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ മനുഷ്യപുത്രന്റെ വരവിലും സംഭവിക്കും. ശ്രദ്ധിക്കൂ. അപ്പം കർത്താവിന്റെ വരവിന്റെ ഒരു ലക്ഷണത്തെ പഴയ നിയമത്തിൽ പെട്ടകത്തോട് നോഹയോടുള്ള കാലഘട്ടത്തിൽ ദൈവം തമ്പുരാൻ പുതിയ നിയമത്തിലും നമ്മളെ പഠിപ്പിക്കുന്നെങ്കിൽ ഇന്ന് രാത്രി ഞാൻ ഒരു കാര്യം പറയാം. നോഹയുടെ കാലം ഒരു കഥയല്ല, ഒരു കഥയല്ല. അത് സംഭവിച്ചതാണ്. അതൊരു ചരിത്രമാണ്. അത് വീണ്ടും ജനത്തിന്റെ ദൈവജനത്തിന്റെ ഒരു ഓർമ്മ കൂടിയാണ്, ഒരു എക്സാമ്പിൾ കൂടിയാണ്, ഒരു ഉദാഹരണം കൂടെയാണ്. നമുക്ക് അതിന്റെ ആവശ്യമില്ല. സ്വത്രം നമുക്ക് അതിന്റെ ആവശ്യമൊന്നുമില്ല. നമുക്കിപ്പോ തിന്നാനും പിടിക്കാനും എല്ലാം ഉണ്ട്. സ്വത്രം നമുക്കിപ്പോ വലിയ കുഴപ്പമൊന്നുമില്ല. നമുക്കിപ്പോ പകല് ജോലിയുള്ള ആരോഗ്യമൊക്കെ ഉണ്ട്, ബലമൊക്കെ ഉണ്ട്. നമുക്ക് പിന്നെ എങ്ങനെയെങ്കിലും ഒന്ന് അല്പസമയം ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പോകണം. സ്വത്രം ഞാൻ ഇന്ന് രാത്രി ഒരു കാര്യം പറയാം. കർത്താവിന്റെ വരവ് ഏറ്റവും ബാധിക്കുന്നത്. സ്വത്രം നമുക്കറിയാം, അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് സ്വത്രം ഈ പ്രാവശ്യം വരുന്നതിന് മുമ്പ് കഴിഞ്ഞ പ്രാവശ്യത്തെ തന്റെ ലാസ്റ്റ് സമയത്ത് താൻ ആ ഭരണത്തിൽ ഇറങ്ങുന്ന സമയത്ത് ഒരു പ്രഖ്യാപനം നടത്തി ഇറങ്ങിയത്. കർത്താവിന്റെ സ്തോത്രം. എന്താണ് താൻ പ്രഖ്യാപിച്ചത്? എന്താണെന്ന് അറിയാമോ? ഇസ്രായേലിന്റെ തലസ്ഥാനം യെരൂശലേമെന്ന് താൻ പ്രഖ്യാപിച്ചിട്ടാണ് ഇറങ്ങി തിരിച്ചത്. ഒന്നോടെ പറയാം, താൻ തന്റെ രാജ്യത്തിന്റെ ഭരണം കൈമാറുമ്പോൾ ഒരു പ്രഖ്യാപനം ലോകത്തോട് നടത്തി. ഇസ്രായേലിന്റെ തലസ്ഥാനം യെരൂശലേമായിരിക്കും. അന്ന് പലരും സ്തോത്രം വിരട്ടി നോക്കി, എതിർത്ത് നോക്കി. ഞാൻ ഇന്ന് രാത്രി ഒരു കാര്യം പറയാം. അന്ന് താൻ പ്രഖ്യാപിച്ചെങ്കിൽ ഈ പ്രാവശ്യം താൻ ഇറങ്ങുന്നതിന് മുമ്പ് അവിടെ ഒരു ആലയം പണിതേട്ടേ ഇറങ്ങത്തുള്ളൂ. ഇസ്രായേൽ നഷ്ടപ്പെട്ട ആലയം അത് പണിതു കൊടുക്കും. അതിന് പണിയാൻ ഓർത്ത് കൊടുക്കും. അതിന്റെ ലക്ഷണങ്ങളാണ് ചിലത് വെട്ടിപ്പിടിച്ചുകൊണ്ട് ചേർത്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ രാജ്യങ്ങളുടെ മേൽ അവർ ആധിപത്യം സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഇതിന്റെ കാരണം? അവർക്ക് നഷ്ടപ്പെട്ട അതിർത്തികൾ, സ്ഥലങ്ങൾ, അതിന്റെ അനുഭവങ്ങൾ അവർ ചേർത്ത് വെക്കുന്നത് എന്തിനാണെന്നറിയാമോ? അവർക്ക് നഷ്ടപ്പെട്ട ഒരു ആലയം അവർക്ക് പണിയാൻ സമയമായി. ഈ രാത്രിയ ദൈവജനത്തോട് പറയാം, അത് വലിയ താമസമില്ല. അതിന്റെ പണി ആരംഭിക്കുന്നതിന് മുമ്പ് ദൈവസഭ ഇവിടുന്ന് പോയിരിക്കണം. ഇങ്ങനെ ഉറങ്ങിയും തെളിഞ്ഞും കൈയടിച്ചും ക്ഷീണിച്ചും അടുത്ത് പോകാനല്ല ഈ രാത്രി ഇവിടെ വന്നത്. കർത്താവ് വന്ന പോകുന്നത് ഉറപ്പുള്ള എത്ര ദൈവമക്കൾക്ക് ഉറപ്പുണ്ട്. എന്റെ യേശുവിന്റെ ആകാശത്തിൽ വരുവാൻ സമയമായി. അവന്റെ വരവേക്ക് ഞാൻ എടുക്കപ്പെടുമെന്ന് ഉറപ്പുള്ള ദൈവമക്കളെ ഒന്ന് സ്തോത്രം ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിന് സ്തോത്രം. ഈ മുമ്പിൽ ഇരിക്കുന്ന എല്ലാവരും ആ അച്ഛന്റെ ഭവനത്തിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചു. പ്രിയ അങ്കിളിന് വേണ്ടി എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചു. യേശുവിന്റെ നാമത്തിൽ ചില ഭാരമുള്ള കല്ല് ഉരുട്ടി വെച്ചിരിക്കുന്ന ഒരു അനുഭവം എന്നെ കാണിക്കുന്നു. അധികാലത്ത് സഹോദരിമാർ
അവൻ ഇറങ്ങി തിരിച്ച് അവർ തലേ ദിവസം കണ്ടതാ കല്ല് ഉരുട്ടി വെച്ചിരിക്കുന്നത്. അവർക്ക് തലേ ദിവസം അറിഞ്ഞതാ കാവൽക്കാരുണ്ടെന്ന്. തലേ ദിവസം അവർ അറിഞ്ഞതാ അവൻ പീലാത്തോസിന്റെ മുന്നിൽ കഴിഞ്ഞിട്ടുണ്ടെന്ന്. അവൻ ഒരിക്കലും യേശുവിനെ പുറത്തു കാണാൻ പറ്റത്തില്ലെന്ന് അവർക്ക് നന്നായിട്ടറിയാം. അവർ കുരിശിന്റെ സ്ഥലം വിട്ട് ഗോൽഗോഥ വിട്ട് പോകുമ്പോൾ അവർക്കറിയാം അവൻ ആ കല്ലറയിൽ വെച്ചിരിക്കുന്ന യേശുവിനെ കാണാൻ ബുദ്ധിമുട്ടാണെന്ന്. എന്നാൽ അവർക്കൊരു സാഹചര്യം വിഷയമല്ല, ഇരുളൊരു വിഷയമല്ല. അധികാരത്തിട്ടുള്ളപ്പോൾ സുഗന്ധവർഗവുമായി ഇറങ്ങി തീർന്ന സഹോദരിമാർ തമ്മിൽ പറയാൻ തുടങ്ങി, അയ്യോ ഒരു കാര്യം മറന്നുപോയി. ഓ നമുക്ക് വേണ്ടി ആര് കല്ല് ഉരുട്ടി മാറ്റു. ഇന്ന് രാത്രി ആരാധനയ്ക്ക് പ്രാർത്ഥനയ്ക്ക് ദൈവത്തിലേക്ക് ഇറങ്ങി തിരിച്ച ദൈവമൈതലേ, നിന്റെ മുമ്പിലെ ചില കല്ലുകളെ ഈ ദിവസങ്ങളിൽ ഉരുട്ടി മാറേണ്ട ആവശ്യമാണ്. നിന്റെ മുമ്പോട്ടുള്ള നിന്റെ കുടുംബത്തിനകത്ത് നന്മയെ, അനുഗ്രഹങ്ങളെ, ദൈവിക വിടുതലുകളെ, ദൈവിക പ്രാർത്ഥനകളെ ആമേ തകർത്തുകൊണ്ട് അതിനെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് ചില വലിയ കല്ലുകൾ നിന്റെ കുടുംബത്തിന് ഉയർന്നു നിൽക്കുമ്പോൾ ഈ രാത്രി ദൈവം പറയുന്നു, ഈ ഉപവാസ പ്രാർത്ഥന കഴിയുമ്പോൾ ആ കല്ല് നിനക്ക് വേണ്ടി നീങ്ങിപ്പോകും. ഏതൊക്കെയോ ഒരു ദൈവപ്രവൃത്തി ആ കുടുംബത്തിന് വേണ്ടി, എന്റെ ദാസന് വേണ്ടി ഈ രാത്രി ദൈവം അയക്കുകയാണ്. പുറത്തു പറയാൻ കഴിയാതെ ചില ഭാരമുള്ള കല്ലുകൾ ഈ രാത്രി ദൈവം അവനെ കാണിക്കുന്നു. ഇവിടം വരെ ഞാൻ കൊണ്ടുവന്ന എന്റെ വിശ്വാസത്തെ തകർക്കുമോ? ഇവിടം വരെ കൊണ്ടുവന്ന എന്റെ ദൈവകൃപയെ ഞാൻ കാത്തിരുന്ന ചിലര്, പ്രാർത്ഥിച്ചു കൊണ്ടുവരുന്ന ചിലര് തകർത്ത് കളയുമോ എന്ന് ഭയപ്പെടുന്ന ദൈവത്തിന്റെ ഭയമില്ല. തകരാൻ അനുവദിക്കത്തില്ല, നിന്ദിക്കപ്പെടാൻ അനുവദിക്കത്തില്ല. ഈ രാത്രി ആ പിതാവിന് വേണ്ടി ആ കുടുംബത്തിനകത്ത് ദൈവമാണ് ഇറങ്ങുകയാണ്. ആ പിതാവിന് വേണ്ടി ആ കുടുംബത്തിൽ ആരൊക്കെ തൊട്ടുകൊടുക്കുകയാണ്. ആ വലിയ പർവ്വതമായ കല്ലുകൾ ഇന്ന് രാത്രി മാറിപ്പോകട്ടെ. ആരാധന കുറയരുത്, പ്രാർത്ഥന കുറയരുത്. ആരാധന കുറയരുത്, പ്രാർത്ഥന കുറയരുത്. ആരാധനയ്ക്ക് പരിമിതി വെക്കരുത്, പ്രാർത്ഥനയ്ക്ക് പരിമിതി വെക്കരുത്. ആരും എന്ത് പറയട്ടെ. എന്റെ പിതാവ് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയട്ടെ, നീ ചെവി കൊടുക്കേണ്ട, നീ ദൈവത്തിന് ചെവി കൊടുക്ക്, നീ ദൈവ ശബ്ദത്തിന് ചെവി കൊടുക്ക്. എന്റെ ആലയത്തോട് ചേർന്നിരിക്ക്, എന്റെ ദാസനോട് ചേർന്നിരിക്ക്, ദൈവത്തിന്റെ വേലയോട് ചേർന്നിരിക്ക്. ചില തീരുമാനങ്ങൾ പുതുക്കട്ടെ. ഒരു സ്ട്രക്ചറിൽ കിടത്തി നിന്നെ ഹോസ്പിറ്റലിലേക്ക് ഒരു രാത്രിയിൽ വേഗത്തിൽ ഒരു വണ്ടിയിൽ കൊണ്ടുപോകുന്നത് പോലെ നിന്നെ ഒരു രോഗിയാക്കി തീർക്കുവാൻ, വണ്ടിയിൽ വെച്ച് തകർത്ത് കളയുവാൻ ഇന്ന് രാത്രി നിന്നെ കിടപ്പിലാക്കാൻ ശ്രമിക്കുന്ന ചില ദുഷ്ട പോരുകളെ ഈ രാത്രി ആത്മാവിനെ അടിക്കുകയാണ്. ദൈവം തന്ന വിടുതലുകളെ ഓർത്ത് സമർപ്പണം ചെയ്യട്ടെ. കഴിഞ്ഞ നാളുകളിൽ നീ എഴുന്നേൽക്കത്തില്ലെന്ന് പറഞ്ഞെടുത്ത്, നീ സ്റ്റെപ്പ് വയ്ക്കത്തില്ലെന്ന് പറഞ്ഞെടുത്ത്, നിന്റെ സ്റ്റെപ്പുകൾ ഞാൻ വെച്ച ദൈവമാണെങ്കിൽ, ആരോഗ്യം കൊടുത്ത രാത്രി പിതാവേ നിന്നെ ഞാൻ ഇവിടെ കൊണ്ടുവന്ന ദൈവമാണെങ്കിൽ ഈ രാത്രി സ്തുതിക്കുന്നത് ആമേ ആരാധന കൊടുക്കരുത്. കുടുംബത്തിന്റെ വിടുതലിലേക്ക് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ദൈവത്തിന്റെ കരവിന്റെ രാത്രി ചലിക്കട്ടെ. ശുശ്രൂഷകളെ തടയുന്ന, ദൈവാലോചനയെ തടയുന്ന
മോന്റെ ആരെങ്കിലും വന്നിട്ടുണ്ടോ? എന്റെ ആരെങ്കിലും വന്നിട്ടുണ്ട്? മോന്റെ ആരെങ്കിലും വന്നിട്ടില്ലേ? ആരെ? അപ്പൊ എല്ലാവരും വേണ്ടി പ്രാർത്ഥിച്ചു. അവന്റെ പേര് ദൈവപ്രവർത്തി രാത്രി വെളിപ്പെടട്ടെ. അവന്റെ പിതാവിന് വേണ്ടി ശക്തമായിട്ട് പ്രാർത്ഥിക്കട്ടെ. അവന്റെ കുടുംബത്തിന് വേണ്ടി ശക്തമായിട്ട് പ്രാർത്ഥിക്കട്ടെ. ചില ശോധനയുടെ ഘട്ടങ്ങൾ എന്നെ കാണിക്കുന്നു. ചില ഭാരങ്ങളിൽ എന്റെ കുടുംബത്തെ കടത്തിവിടാൻ പദ്ധതികളുണ്ട്. ഇന്ന് രാത്രി മകനെ മുമ്പോട്ടുള്ള പഠിത്തത്തെ ബന്ധിച്ചു കളയുക. ചില വ്യക്തികളുമായി ഇടപെട്ടതിന്റെ ഭാവിമണ്ഡലങ്ങളെ ബന്ധിച്ചു കളയുവാൻ പിശാച് പദ്ധതികൾ ഒരുക്കുന്നു. നിന്റെ പിന്നിൽ ഒരു വലിയ പ്രാർത്ഥനയുടെ ആവശ്യമുണ്ടെന്ന് ഇന്ന് രാത്രി ആത്മാവിൽ നിന്നെ ബുദ്ധിമുട്ടിക്കുക. യേശുവിന്റെ നാമത്തിൽ എല്ലാ ഭൂമികൾ അടിയട്ടെ. മകനെ ഞങ്ങൾ ആത്മാവിൽ വേർതിരിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ ആത്മാവിൽ വേർതിരിക്കുകയാണ്. അവന്റെ മേൽ ഒരു പ്രത്യേക ബുദ്ധി ജ്ഞാനതയെ കൊടുക്കണമേ. ഒരു അഭിഷേകമാണ് അതിനെ കൈമാറട്ടെ. ഓ നീ കൊടുത്ത ദൈവസഭ ഏൽപ്പിച്ചു കൊടുക്ക. പോരാ പോരാ, നീ ദൈവങ്ങളെ ഏൽപ്പിച്ചു കൊടുക്ക. പരിശുദ്ധാത്മാവ് ഊതുകയുക. ഓ മധ്യത്തിൽ തലത്തിലുള്ള പദ്ധതികളിരിക്കുമ്പോ ഈ രാത്രി വിട്ടുകൊടുക്കുകയില്ല. യേശുവിന്റെ നാമത്തിൽ ഓ യുദ്ധം ചെയ്യപ്പെടുകയില്ല. യേശുവിന്റെ നാമത്തിൽ വാക്കിന് മുമ്പിൽ സ്റ്റെപ്പ് വെക്കരുത്. ഭാവി മണ്ഡലങ്ങൾ ദൈവകൃതമല്ലാത്ത ഒരു സ്റ്റെപ്പ് പോലും വെക്കരുത്. ചില വ്യക്തികളുടെ വാക്കുകൾ കേട്ട് നിന്റെ കൂടെ നിൽക്കുന്ന ചില പ്രിയപ്പെട്ടുന്ന വാക്ക് കേട്ട് നീ ഒരു ഭാവിപരമായ ഒരു വിഷയത്തിൽ സ്റ്റെപ്പ് വെക്കരുത്. ദൈവാലോചനയ്ക്ക് മാത്രം നീ ചെവി കൊടുക്കുവാൻ ഈ രാത്രി പരിശുദ്ധാത്മാവ് ദൂത് പറയുന്നു. അവന്റെ പിതാവിനെ ഓർത്ത് യേശുവിന്റെ നാമത്തിൽ കുടുംബത്തിന്റെ ഞെരുക്കം മാറട്ടെ. എല്ലാ ശൂന്യതകൾ മാറട്ടെ. എല്ലാ ഭാരങ്ങൾ മാറട്ടെ. ഒഴുക്കിക്കളയുന്ന അടിയട്ടെ. ഒരു ശാശ്വതമായ അനുഭവം, ഒരു ക്രമീകരണ കുടുംബത്തിൽ ഉണ്ടാകട്ടെ. യേശുവിന്റെ നാമത്തിൽ അവരുടെ കുടുംബത്തോട് പോരാടുന്ന എല്ലാ പോരുകളും രാത്രി അടിയട്ടെ. ദൈവത്തിന്റെ വാഗ്ദത്തം ഈ രാത്രി കുഞ്ഞുങ്ങളെ കൈമാറുന്നു. ഈ കുഞ്ഞു കാണുന്നത് ആ കുടുംബത്തിൽ ആശ്വാസം ഉണ്ടാകട്ടെ. ഒരു ധാരണ ഉണ്ടാകട്ടെ. അവന്റെ ഭാഗപരമായ വിഷയത്തിന്റെ ആ കുടുംബത്തിലെ വിടുതലാകട്ടെ. ഈ രാത്രി ഞാൻ അവനെ കവർ ചെയ്ത് പ്രാർത്ഥിച്ച് സമർപ്പിക്കുകയാണ്. എല്ലാ പോരുകളെ ഞാൻ അടിക്കുകയാണ്. കർത്താവ് വിടുവിച്ചതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് അത്ഭുതങ്ങളുടെ ദൈവമാണ്. എത്ര പേര് രാത്രി വിശ്വസിക്കുന്നു? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എല്ലാ പോരുകളും രാത്രി അഴിയട്ടെ. യേശുവിന്റെ നാമത്തിൽ ഈ രാത്രി പരിശുദ്ധാത്മാവ് ശാഖമായി ഇടപെടുന്നു. കുടുംബത്തോട് ബന്ധപ്പെട്ട ചിലർ ഈ പെട്ടകത്തിനകത്തു കിടക്കാൻ സമയമായെന്ന് പരിശുദ്ധാത്മാവ് ദൂത് പറയുന്നു. നിന്നെ ഒതുക്കാൻ ശ്രമിച്ച ചില ശക്തികളുണ്ട്. നിന്നെ ഇല്ലായ്മ ചെയ്യാൻ പരിശ്രമിച്ച ചില വഴികളും അതിന്റെ കുരുക്കുകളുമുണ്ട്. എന്നാൽ അവിടെ ഒന്നും ഞാൻ അവർ ഇഷ്ടത്തിന് ഏൽപ്പിച്ചു കൊടുക്കാതെ ഞാൻ നിന്റെ കുടുംബത്തെ ഉദ്ധരിച്ച അനുഭവങ്ങൾ മറക്കരുതെന്ന് പരിശുദ്ധാത്മാവ് ദൂത് പറയുന്നു. എന്തെങ്കിലും ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അത് ദൈവം തന്നത് മാത്രമേ ഉള്ളൂ. ദൈവം നടത്തിയത് മാത്രമേ ഉള്ളൂ. നേരോട് പിഴുതെറിയുന്ന സമയങ്ങളും സന്ദർഭങ്ങളും നിന്റെ ജീവിതത്തിൽ കടന്നുപോയി കേട്ടോ. എന്നാൽ ഒരു വേദിന്റെ ഒരറ്റത്ത് പോലും തൊടാൻ എന്റെ ദൈവം അനുവദിച്ചില്ല. പ്രാർത്ഥന കുറയരുത്, ആരാധന കുറയരുത്. പിഴുതെറിഞ്ഞ് എറിയുമെന്ന്
ബാധിച്ചവരൊക്കെ അവൻ ഇന്ന് അവര് ചില പ്രതിസന്ധിയിലാണ് കേട്ടോ. ഇന്ന് രാത്രി ദൈവാത്മ പറയുന്ന ആർക്കൊക്കെ വേണ്ടി നീ പ്രാർത്ഥിച്ചു, അവൻ നിന്നെ ഭാരപ്പെടുത്തിയ വേദനപ്പെടുത്തിയ നിന്നെ ഒതുക്കാൻ ശ്രമിച്ച ജീവിതങ്ങള് ഈ പെട്ടകത്തിനകത്ത് കിടക്കാൻ സമയമായി, അവരെ തൊടാൻ സമയമായി, ദൈവത്തിന്റെ സന്ദർശനങ്ങളെ അയക്കാൻ സമയമായി. എന്നാൽ നിന്റെ കുടുംബത്തിനകത്ത് ആരാധന ഒഴിയരുത്, പ്രാർത്ഥന കുറയരുത്. എത്ര ഉയർച്ചകൾ കിട്ടിയാലും അവൻ മഹത്വം നഷ്ടപ്പെടാതിരിക്കട്ടെ, ദൈവത്തോടുള്ള ബന്ധം കുറയാതിരിക്കട്ടെ. എന്നോട് ദൈവാത്മാവ് ഇങ്ങനെ പറയുന്നു, നിന്റെ കുടുംബത്തിന്റെ അകത്ത് ഏറ്റവും വലിയ അത്ഭുതം കണ്ട, ഏറ്റവും വലിയ വിടുതലുകൾ അനുഭവിച്ച ഒരു ദൈവ പൈതലിനെ പിശാച് അകറ്റിക്കൊണ്ടുപോകുവാൻ ദൈവ കൃപയിൽ നിന്ന്, ദൈവ സന്നദ്ധയിൽ നിന്ന് ഈ ലോകത്തിന്റെ ഇതിലേക്ക് കൊണ്ടുപോയി എത്തിക്കുവാൻ ദുഷ്ടൻ പദ്ധതികൾ ഒരുക്കുമ്പോൾ ഈ രാത്രി ദൈവാത്മാവ് വിളിച്ചു പറയുന്നില്ല, ഞാൻ വിട്ടുകൊടുക്കുകയില്ല. ഈ രാത്രി ആത്മാവിനെ കൽപ്പിക്കുന്നു, ആ വ്യക്തിയെ ദൈവത്തിൽ വേണം. ഞാനും എന്റെ കുടുംബമോ ഞങ്ങൾ യഹോവയെ സേവിക്കുമെന്ന് ദൈവത്തിന്റെ വചനം ഈ രാത്രി എന്റെ കുടുംബത്തിന്റെ മേലെ കൈമാറുകയാണ്. അപ്പോൾ അടിയട്ടെ, യേശുവിന്റെ നാമത്തിൽ അടിയട്ടെ. ചില വാർത്ത
വചനത്തിലേക്ക് വരട്ടെ. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് മനസ്സിലാക്കി. ആദ്യത്തെ പെട്ടകം ഞാൻ വിടുക. ആദ്യത്തെ പെട്ടകം ന്യായവിധിയിൽ നിന്നുള്ള രക്ഷയുടെ പെട്ടകമാണ്. നോഹയുടെ പെട്ടകം ദൈവം തന്നെ ശിക്ഷിച്ചു, ദൈവം തന്നെ രക്ഷയ്ക്കുള്ള വഴിയൊരുക്കി. കർത്താവിന് സ്തോത്രം. നമ്മുടെ ദൈവത്തിന് കർത്താവിന് സ്തോത്രം. ആ തലമുറയിൽ ദൈവം ഒരു കുടുംബത്തെ കണ്ടെത്തി. ആ കുടുംബമാണ് നോഹയുടെ. ഞാൻ ഒരു കാര്യം പറയാം. വിശ്വാസികൾ എപ്പോഴും പറഞ്ഞൊരു പദം, എല്ലാവരും നശിച്ചു. വിശ്വാസമെല്ലാം പോയി, ആത്മീയമെല്ലാം പോയി, പ്രാർത്ഥനയെല്ലാം പോയി, കുഞ്ഞുങ്ങളെല്ലാം പോയി. ഞാൻ ഒരു കാര്യം പറയാം, ആരെല്ലാം പോയാൽ ഇന്ന് രാത്രി നിന്റെ വാഗോട് പറ, എന്റെ കുഞ്ഞുങ്ങൾ പോകത്തില്ല, എന്റെ കുടുംബം പോകത്തില്ല. എത്ര പേർക്ക് ഇന്ന് രാത്രി ഉറപ്പോട് പറയാൻ പറ്റും? ആരെല്ലാം തലമുറകൾ നശിച്ചു പോയാലും, എത്ര കുടുംബ ഭാവി നഷ്ടപ്പെട്ടു പോയാലും, ആരുടെ എല്ലാം വിശ്വാസം തകർന്നാലും, സംഘത്തിനെക്കാരും രക്ഷിക്കണമേ. ഭക്തന്മാരില്ലാതെ പോകുന്നു, വിശ്വസ്തന്മാർ കുറയുന്നു. ഈ രാത്രി ഞാൻ വിളിച്ചു പറയാം, ഭക്തന്മാർ നഷ്ടപ്പെടട്ടെ, പലരും തകർന്നു പോകട്ടെ. ഈ രാത്രി നീ ഒരു തീരുമാനമെടുക്കണം. ഞാനും എന്റെ കുടുംബമോ ഞങ്ങളെ പോലെ സേവിക്കും. ഈ രാത്രി ഉറപ്പുണയത്തിൽ ദൈവമക്കളുണ്ട്. ഏറ്റവും പറയും ഉറപ്പുണ്ടോ? പ്രാർത്ഥിച്ചു. ഈ ദിവസങ്ങളിൽ ഉറപ്പ് പ്രാപിച്ചു. ആമേ. കുടുംബത്തിനകത്തുള്ളവരെ ചേർത്ത് വെച്ച് പ്രാർത്ഥിച്ചു. ചിലതിനെ പിശാച് തൊടാൻ സമയമായി. ആമേ. അവരെ തകർത്ത് കളയാൻ സമയമായി. ചില ദൈവകൃപയെ നഷ്ടപ്പെടുത്താൻ പദ്ധതികൾ ഒരുക്കുന്നു. ഇന്ന് രാത്രി ആത്മാവിനെ വിളിച്ചു പറയുന്നു, പിതാവേ വിളിച്ചു പറ, എന്റെ കുടുംബത്തെ തൊടാൻ ഞാൻ അനുവദിക്കത്തില്ല. പോരാ പോരാ, പ്രാർത്ഥന പോരാ. ആ പ്രിയപ്പെട്ടവരോട് കുടുംബത്തോട് പറയുന്നു, ഈ ദിവസങ്ങളിൽ ഉണർന്ന് പ്രാർത്ഥിച്ചോളൂ. വീട്ടിലുള്ളവരെ ചേർത്ത് വെച്ച് പ്രാർത്ഥിച്ചോളൂ. ദൈവങ്ങളുടെ നഷ്ടപ്പെടാതിരിപ്പോൾ ഉണർന്ന് പ്രാർത്ഥിക്കാൻ ദൈവം പ്രവചിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ ആ കുടുംബത്തിന്റെ ചില ശോധനകൾ ഇന്ന് രാത്രി ഒഴിഞ്ഞു പോകട്ടെ. ഭയപ്പെടരുത്, ഭയപ്പെടരുത്. ഇന്ന് രാത്രി ദൈവത്തെ ഭയപ്പെടരുത്, പിശാചിനെ ഭയപ്പെടരുത്, ദൈവത്തെ ഭയപ്പെടുക. നീ സംസാരിക്കരുത്, ദൈവം സംസാരിക്കാൻ പോയ, നീ ഇടപെടൽ ദൈവം സംസാരിക്കാൻ പോയ. ആമിന് രാത്രി ചേർത്ത് വെച്ച് കുടുംബമായി ആരാധന ഭവനത്തിനകത്ത് ഇറങ്ങട്ടെ. വ്യക്തിപരമായ പ്രാർത്ഥന ജീവിതത്തിന്റെ ശക്തി കൂടട്ടെ, ആരാധനയുടെ ശക്തി കൂടട്ടെ. ആരാധനയ്ക്ക് പരിമിതി വെക്കരുത്, പ്രാർത്ഥനയ്ക്ക് പരിമിതി വെക്കരുത്, വചനത്തിന് പരിമിതി വെക്കരുത്. അവൻ നരിയാടിയോടുമല്ല, മുട്ടോടുമല്ല, അരയോടുമല്ല, നീന്തേണ്ടി കടപ്പാൻ കഴിയാതെ വന്നു ഒരു മുത്തഭിഷേകം ആ കുടുംബത്തിനകത്തേക്ക് ഈ ദൈവജനത്തിലേക്ക് കൈമാറുകയാണ്. എല്ലാവരും നോക്കി പ്രാർത്ഥിച്ചു. അവിടെ ബുദ്ധിക്ക് വൈകാഗ്രതയ്ക്ക് വേണ്ടി, അവിടെ ശരീരത്തിന്റെ ഒരു സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. പെട്ടെന്ന് ശരീരത്തിൽ പെട്ടെന്നൊരു പോരാട്ടം കടന്നു വന്ന് ഒരു രോഗം കൊണ്ടുവന്ന് അവിടെ ഭാവി മണ്ഡലങ്ങളെ, അവിടെ വിദ്യാഭ്യാസത്തെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു ദുഷ്ടഭൂമിന്റെ രാത്രിയാണ്. യേശുവിന്റെ നാമത്തിൽ നീ വളരെ ശ്രദ്ധയോട് പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ചെയ്യണം. സ്തോത്രം. ഏകാഗ്രതയോട് നീ പ്രാർത്ഥിക്കണം. പലപ്പോഴും നിന്റെ അശ്രദ്ധകൾ നിനക്ക് ദോഷം ചെയ്യുന്നുണ്ട്. സ്തോത്രം. നിന്റെ പഠിത്തത്തെ പോലും ബാധിക്കുന്ന ഭൂരികൾ
ശക്തിയെ പോലെ കെടുത്തിക്കളയുന്ന ചില അന്ധകാര ശക്തികളുടെ തലയ്ക്ക് ഭാരമിടുന്ന ചില പോരുകൾ ഈ രാത്രി യേശുവിന്റെ നാമത്തിൽ എഴുതിയിട്ട് ആ പൈതന്റെ ദൈവകരങ്ങൾ സമർപ്പിക്കുന്നു. ആ പൈതന്റെ ഭാവിയെ തടയുന്ന എല്ലാ പോരുകൾ അഴിയട്ടെ. യേശുവിന്റെ നാമത്തിൽ ആ കുടുംബത്തിൽ ഒരു താരങ്ങളായി തീരട്ടെ, ഒരു ആശ്വാസമായി തീരട്ടെ. നിന്നിൽ കൂടെ ഒരു അത്ഭുതം സംഭവിക്കട്ടെ. നിന്റെ കുടുംബത്തിൽ നിന്നിൽ കൂടെ ഒരു കാര്യത്തിൽ ആവശ്യമുണ്ട്. ഇന്ന് രാത്രി ദൈവകരങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിച്ചു മുമ്പോട്ട് പോകണമെന്ന് ദൈവത്തിന്റെ ആത്മാവിനോട് പറയുകയാണ്. വിദ്യാഭ്യാസത്തെ പോലും വല്ലാത്ത അവസ്ഥയിലാക്കുന്നതിൽ അനുഭവങ്ങളെ കാണിക്കും. ഇന്ന് പകൽ ഞങ്ങൾക്ക് ഉന്നതമായ വിദ്യാഭ്യാസത്തെയും ഒരുക്കിയിട്ടുണ്ട്. രണ്ട് സ്ഥലത്ത് 2 സ്റ്റേറ്റിൽ ഞാൻ നിന്നെ അയക്കും. സ്തോത്രം. 3-ാമത്തെ ഭാഗത്തു നിന്ന് ഞാൻ നിനക്ക് അടിസ്ഥാന ക്രമീകരണങ്ങൾ ഒരുക്കും. ആ 2 ഭാഗത്ത് നിന്റെ വിദ്യാഭ്യാസം ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ട്. എന്നാൽ 3-ാമത്തെ നിനക്കൊരു അടിസ്ഥാനപരമായിരിക്കും. എന്നാൽ 2-ാമത്തെ ഭാഗം നീ പോകുമ്പോൾ നീ വളരെ സൂക്ഷിക്കണം, നീ വളരെ പ്രാർത്ഥിക്കണം. ചില കുഞ്ഞുങ്ങൾ, ചില പ്രിയപ്പെട്ടവർ ചേർന്നിരുന്ന് നിന്നെ ഉപദ്രവിക്കുന്ന ഒരു കാഴ്ച എന്നെ കാണിക്കുന്നു. ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ തന്റെ ഭാവിയെ തടയുന്ന എല്ലാ പോരുകളും രാത്രി കഴിയട്ടെ. ആ കുഞ്ഞിന്റെ വിദ്യാഭ്യാസത്തെ തടയുന്ന സാത്താന്റെ കോട്ടയെ തകരട്ടെ. കൂട്ടുകാരെ വിവേചിക്കണം. കൂട്ടുകാരെ അവൻ മനസ്സിലാക്കി ബോധ്യപ്പെട്ടുകൊണ്ട് ഇടപെടാൻ ദൈവവിധമല്ലാത്ത ഒരു കൂട്ടുകെട്ടും, ദൈവവിധമല്ലാത്ത ഒരു ഫോൺ സംസാരവും, ദൈവവിധമല്ലാത്ത ഒരു മെസ്സേജുകളും, ദൈവവിധമല്ലാത്ത ഒരു ഇടങ്ങളിലും യാത്ര ചെയ്യരുതെന്ന് ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രി നിന്നെ നോക്കി പ്രവചിക്കുകയാണ്. നിന്നിൽ കൂടി ഒരു നന്മയും അവന്റെ ഉറവയും ഇന്ന് രാത്രി കാണുന്നുണ്ട്. യേശുവിന്റെ നാമത്തിൽ ആ ഭയങ്കര അഭിഷേകത്തെ കൈമാറട്ടെ. ആത്മാവിനെ വേർതിരിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ച് ഞാൻ വേർതിരിക്കുകയാണ്. ആ കുടുംബത്തിന്റെ ഞെരുക്കങ്ങൾ മാറട്ടെ. ആ കടഭാരങ്ങൾ, ബുദ്ധിമുട്ടുകൾ അവരെ ഒതുക്കാൻ ശ്രമിക്കുന്ന, ഇല്ലായ്മയിലേക്ക് ആക്കി തീർക്കാൻ തീർക്കുന്ന എല്ലാ പോരുകളും രാത്രി അഴിയട്ടെ. എല്ലാ ദുഷ്ടന്റെ വാദങ്ങളും രാത്രി ഒഴിഞ്ഞു പോകട്ടെ. ഒരു കരുതൽ രാത്രി അയക്കുകയാണ്. കർത്താവ് അങ്ങനെ ചെയ്യാൻ പോകുന്നതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. 1-ാമത്തെ പെട്ടകം ശിക്ഷയിൽ നിന്നുള്ള വിടുതലാണ്. 1-ാമത്തെ പെട്ടകം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ഞാൻ പറയാം, ക്രിസ്തുവാകുന്ന പെട്ടകം നമുക്കൊരു രക്ഷയാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ എപ്പോഴും പറയും, ഈ വിശ്വാസത്തിൽ വന്ന ദൈവം എന്ന് പറയും പോലെ നമ്മളെ കാണുമ്പോൾ അവർ രക്ഷപ്പെടുന്നു. ഇത് വിശ്വാസത്തിൽ പോയി രക്ഷപ്പെട്ടു. ഇത് രക്ഷപ്പെടുന്ന മാർഗമല്ല, ഇത് രക്ഷിക്കപ്പെടുന്ന മാർഗം അല്ലെ? ക്രിസ്തീയ വിശ്വാസം എന്ന് പറയുന്നത് രക്ഷിക്കപ്പെടുന്ന വഴിയാണ്. കർത്താവിൻ സ്തോത്രം. ഓക്കെ, 1-ാമത്തെ പെട്ടകം ഞാൻ മുമ്പ് പറഞ്ഞു. എന്തുകൊണ്ടാണ് സ്തോത്രം 1-ാമത്തെ പെട്ടകത്തിന്റെ ആവശ്യം വന്നത്? ഉൽപ്പത്തി 6-ാം അധ്യായം നമ്മൾ വായിച്ചല്ലോ. അവർ ബോധിച്ചവരെ തെരഞ്ഞെടുത്തു. അവർക്ക് ഇഷ്ടമുള്ളവരെ തെരഞ്ഞെടുത്തു. നമുക്കറിയാം, ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ വലിയ കെണിയിലകപ്പെട്ടു. അവരൊക്കെ സ്വയം നമ്മൾ കഷ്ടപ്പെട്ട് പഠിപ്പിച്ച് വളർത്തി. എന്നിട്ട് അവര് പറയുന്നൊരു പദമുണ്ട്, ഞങ്ങളെ പഠിച്ച് മനസ്സിലാക്കി കെട്ടിക്കൊണ്ട്. ഞാൻ ഈ വിഷയങ്ങളൊക്കെ പ്രസംഗിച്ചപ്പോൾ ഒരു മോൻ്റെ അടുത്ത് വന്നു. ഒരാളൊന്നുമല്ല, പലയിടത്ത് എന്നോട് വന്ന് സംസാരിച്ചു. എന്നോട് പറഞ്ഞു, പാസ്റ്ററെ, ഞങ്ങളെ ഒരു വ്യക്തിയെ പഠിച്ചിട്ട് മനസ്സിലാക്കി കിട്ടിക്കോട്ടെ. ഇപ്പോഴത്തെ ഒരു ചിന്ത നിങ്ങൾ ചിന്തിച്ചോട്ടോ എന്ന് പറഞ്ഞാൽ, ആ വ്യക്തിയെ മനസ്സിലാക്കിയിട്ട് ഞങ്ങൾ കല്യാണം കഴിച്ചോട്ടെ, അതിനാണ് ഞങ്ങൾ സ്നേഹിക്കുന്നത്. ഞാനിത് രാത്രി ഒരു കാര്യം മാതാപിതാക്കളിൽ പറയാം. നിങ്ങളുടെ കുഞ്ഞുങ്ങളോട് പറയണം, മോനെ, അമ്മയുടെ ഉദരം മുതൽ നിന്നെ ഈ ആരോഗ്യമുള്ളവനായി, അത്രയും സൗന്ദര്യമുള്ളവനായി
ഇത്രയും വിദ്യാഭ്യാസമുള്ളവനായി ഇത്ര മിടുക്കനാക്കി നിന്നെ ആക്കിയ ദൈവമാണെങ്കിൽ നിന്നെ പഠിച്ചിട്ടല്ലല്ലോ ദൈവം നിനക്ക് വേണ്ടി ചെയ്തത്. നമ്മളെ പഠിച്ചില്ലെങ്കിൽ വല്ലതും ചെയ്യാൻ പറ്റുമോ? നമ്മളെ അയോഗ്യതയുടെ സ്ഥാനത്ത് ദൈവം നമ്മളെ യോഗ്യനാക്കി തീർത്തതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. അങ്ങനെയെങ്കിൽ ദൈവം തമ്പുരാൻ അയോഗ്യതയിൽ നിന്ന് യോഗ്യനാക്കി തീർത്ത ദൈവമാണെങ്കിൽ നമുക്ക് വേണ്ട ഒരാളെ ദൈവത്തിന് ഒരുക്കി തരാൻ പറ്റത്തില്ലേ? നമ്മളെ പഠിച്ചിട്ടല്ല, നമ്മളെ പഠിക്കാൻ ഒരു ഉയരത്തിൽ ഒരുവനുണ്ട്. ഈ രാത്രി എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ആമേൻ. നീ പഠിക്കേണ്ട, നിന്നെ പഠിക്കുന്ന ഒരുവൻ ഉയരത്തിലുണ്ട്. നിനക്ക് വേണ്ടുന്നത് തരാൻ എന്റെ ദൈവം വിശ്വസ്തനായ ദൈവമാണ്. നീ പഠിക്കാനൊന്നും പോകേണ്ട. എങ്ങനെ പഠിക്കാൻ പോകണ്ട? സ്കൂളിലെ പഠിക്കുന്ന കാര്യം ഞാൻ പറഞ്ഞേ. ചെറുക്കനെ പഠിക്കുന്നൊന്നും ചെയ്യണ്ട, നീ പഠിക്കാൻ. സ്വന്തം നിങ്ങൾ ഈ അമേരിക്കയിലൊക്കെ കണ്ടില്ല, അമേരിക്കയിലെ സിസ്റ്റമൊക്കെ അത് വലിയ ശരിയാണ്. കഴിഞ്ഞ ദിവസം ഒരു പാസ്റ്റർ അമേരിക്ക ചെന്നപ്പം ഒരു പാസ്റ്റർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, പാസ്റ്റർ ഒന്ന് പ്രാർത്ഥിക്കാൻ കൂത് പറയാം. ഇവിടുന്ന് പോയി പാസ്റ്റർ അവിടെ വീട്ടിൽ ഇരിക്കും. അപ്പൊ എന്റെ നമ്പർ ഓർമ്മ എന്നെ വിളിച്ചു, പാസ്റ്റർ കൊണ്ടിരിക്കും, പാസ്റ്റർ കൂത് പറയാം. ഞാൻ ചെന്ന് വിളിച്ചു, പാസ്റ്റർ ഇവിടെ 3 മക്കളുണ്ട്, 3 മക്കൾ ഈ വീട്ടിൽ. മൂത്ത ചെറുക്കന് 48 വയസ്സ്, രണ്ടാമത്തെ ചെറുക്കന് 45 വയസ്സ്, പെൺകൊച്ചിന് 40 വയസ്സ്. 2 ആണും പെണ്ണും, 3 മക്കൾ ആ വീട്ടിലുണ്ട്. കല്യാണം അമേരിക്കയിലെ കാര്യമാണ്. എന്നോട് പറഞ്ഞു കൂത് പറയാം, നിങ്ങൾക്ക് എന്തായാലും കാര്യം. സത്യത്തിൽ എന്താ സംഭവിക്കുന്ന അവിടുത്തെ സിസ്റ്റം? അവിടുത്തെ സിസ്റ്റം എന്ന് പറഞ്ഞാൽ പെണ്ണും ചെറുക്കനും കൂടെ പഠിക്കാൻ ഒരു കാലഘട്ടം. പഠിക്കാൻ, സംസാരം, യാത്രകൾ, സ്വഭാവം പഠിക്കാൻ. അവസാനം ഇവരൊക്കെ എത്ര എണ്ണത്തിനെ പഠിച്ചപ്പോഴല്ലോ കുറച്ചങ്ങോട്ട് പഠിച്ചു വന്നപ്പോഴത്തേനും ഒത്തിരി എണ്ണത്തിനെ ഉപേക്ഷിച്ചു. മനസ്സിലായോ? ഒത്തിരി എണ്ണത്തിനെ ഉപേക്ഷിച്ച് ഇവരൊക്കെ എത്ര നേരം പഠിച്ചെന്നറിയാമോ? പഠിച്ചു വന്നപ്പോഴത്തേന് അവർക്കും കുറച്ചങ്ങോട്ട് കഴിഞ്ഞപ്പോഴത്തേന് എന്ത് ചെയ്തു? അവർ ഒഴിവാക്കി. അവസാനം ആർക്ക് കല്യാണം കഴിക്കാൻ കഴിയും? ഇത് അമേരിക്കയിലെ സിസ്റ്റം. ഇപ്പൊ കേരളത്തിലും അത് വന്നിട്ടുണ്ട്. മോനോട് സംസാരിക്കട്ടെ, മാസം സംസാരിക്കട്ടെ. എന്തോ സംസാരിക്കാൻ എന്തോ. ഇപ്പൊ ഞാൻ പറഞ്ഞു അപ്പനും അമ്മ ഇപ്പൊ അത്ര സംസാരിക്കുന്നുണ്ട്. അമ്മ അന്ന് തെക്കോട്ട് ഇരിക്കും, അപ്പം മൊബൈലിൽ കുത്തും, അമ്മ തെക്കോട്ട് മൊബൈലിൽ കുത്തിക്കൊണ്ടിരിക്കും. സത്യത്തിൽ ഇപ്പോഴത്തെ അപ്പനും അമ്മ എന്തോ സംസാരിക്കും. ദൈവമക്കളെ എന്തോ സംസാരിക്കാനാണ്, എന്തോ സംസാരിക്കാനാ. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു മോക്ക് ആ വിശ്വാസ കല്യാണം എന്നോട് പ്രാർത്ഥിക്കാൻ. സത്യത്തിൽ ഞാൻ അവിടെ ചെന്നപ്പോൾ പറയുന്നത്, ഈ മോക്ക് സംസാരിക്കാൻ സമയം കൊടുത്ത, കേരളത്തില്ല സംസാരിക്കാൻ സമയം കൊടുത്ത, സംസാരിച്ചത് ഇവരൊക്കെ തെറ്റുവാ. പെണ്ണുചെറുക്കണ്ട, ഇവളൊരു മുഷക്കായി, ഇവളൊരു ചൂടത്തിയാണ്, ഇവൾ ഒറ്റമോൾ ആർക്കും കീഴ്പ്പെടത്തില്ല. അമ്മ ഇങ്ങനെ കൊണ്ടുനടക്കുക, അപ്പനിവിടെ ഇങ്ങനെ കൊണ്ടുനടക്കുക. അവളെ കാറൊക്കെ ഓടിച്ച് നിങ്ങൾക്കെങ്ങനെ ഒരു കല്യാണത്തിന് വേണ്ടി ചെന്ന്, പെണ്ണിന് ചെറുക്കത്തിന് വേണ്ടി ചെന്നത്. ഇവിടെ അമ്മയും അപ്പൻ ജോലിക്കാരി, അങ്ങ് ജോലിയൊക്കെ ഉപയോഗിച്ചത്. അമ്മയും 2 മക്കളും കൂടെ കൂടിയതെന്നറിയാമോ? ഇവള് കാറൊക്കെ ഓടിച്ച് ചെറുക്കൻ്റെ വീട്ടിൽ ചെല്ലുക, ചെറുക്കൻ്റെ വീട്ടിൽ ചെല്ലുക, ഇവള് കാറൊക്കെ ഓടിച്ച് വീട്ടിൽ ചെത്തി കഴിക്കാൻ പറ്റും. അപ്പോഴേ അമ്മമ്മൻ പറഞ്ഞു, നമുക്ക് വേണ്ട. അവിടെ ആ കാറിന്റെ ഇറക്കം കണ്ടപ്പോഴേ പറയും, നമ്മുടെ ചെറുക്കന് എന്തോ പറഞ്ഞു ഒരു കല്യാണം നടക്കത്തില്ല. സംസാരിക്കാൻ സമയം കൊടുക്കണം, പെണങ്ങോ. ഞാനിന്ന് രാത്രി പറഞ്ഞു, പഴയ കാലത്തിരിക്കുന്നവരല്ലേ വിളിക്കുന്നത്, നമുക്കൊക്കെ സംസാരിക്കാൻ സമയം തന്നു. നമ്മളൊക്കെ ചില പെൺപിള്ളേർ വെളിയിൽ വരുത്തില്ലായിരുന്നു. അപ്പനും അമ്മയും കാലങ്ങളൊക്കെ വരുമ്പോ കല്യാണം അറിയിക്കാൻ വരുമ്പോ അവര് പറയുന്നതാ കേട്ടുന്നു. അവൻ പെൺപിള്ളേരൊക്കെ ഓടി പറയുകയായിരുന്നു. ചെറുക്കമൊക്കെ നിൽക്കുമ്പോ സ്വത്ര പൈസ പെൺപിള്ളേരൊക്കെ അവര് പറയണം, അപ്പനും അമ്മയും പറയണം, മോളെ വന്നൊന്ന് കാണാൻ. എന്നിട്ട് നീ കണ്ടിട്ട് പോകുമ്പോ ബാക്കിയൊക്കെ ഞങ്ങൾ സംസാരിച്ചോളാം. സ്വത്ര പൈസോ അന്ന് അപ്പനും അമ്മയൊക്കെ സംസാരിച്ച് തന്നതിനെയൊക്കെ ഇന്നും കൂടെ ഉണ്ട്, ഇല്ലേ? ഇന്നും കൂടെ ഉണ്ട്. അവൻ നമുക്ക് അവൻ മാതാപിതാക്കൾ സംസാരിച്ചു തന്നതൊക്കെ ഇന്ന് നമ്മുടെ കൂടെ ഉണ്ട്. പ്രശ്നമില്ലാഞ്ഞിട്ടല്ല
കുഞ്ഞുങ്ങളും ജീവിക്കുന്നതേ ഉള്ളൂ, തമ്മിൽ ഒരു ബന്ധമില്ല. ഒരു സ്നേഹവുമില്ല, ഒരു സംസാരവുമില്ല. കർത്താവിന് സ്തോത്രം. ഞാൻ ഒരു കാര്യം കൂടി തുറന്നു പറയാം. ദൈവമക്കളെ, ബോധിച്ചവരെ തിരഞ്ഞെടുക്കുന്ന ഒരു കാര്യം. സ്തോത്രം. ഇന്ത്യൻ ഗവൺമെന്റ് സുപ്രീം കോടതി അതിന് അനുവാദം കൊടുത്തു. കോടതി അനുവാദം കൊടുത്തു. ലോക ഗവൺമെന്റ് അനുവാദം കൊടുത്തു. അവർക്ക് ഇഷ്ടമുള്ളവരെ പോകാം. എനിക്ക് കുഞ്ഞുങ്ങളെ, നമ്മുടെ കുഞ്ഞുങ്ങളെ ഈ ഓരോരുത്തരൊക്കെ നമ്മുടെ ഇത് ചർച്ചയോടായപ്പോൾ ബൈപ്പിംഗ് ഞങ്ങൾക്ക് PIP ബൈപ്പിംഗ് ഇവർ തെറ്റ് ശരി മനസ്സിലാവും. ഈ ബൈപ്പിംഗ് കഴിഞ്ഞ ദിവസം ഒരു മോള്, വളരെ ഒരു മോള്, അവൾ B.Ed പാസ്സായി, നല്ല റാങ്കോട് പാസ്സായി, പഠിക്കാൻ മിടുക്കിയ ഒരു പെൺകുട്ടി, സുന്ദരിയായ ഒരു പെൺകുട്ടി. അവൾ ആ സൺഡേ സ്കൂളിലെ ഹെഡ് മാസ്റ്റർ സ്കൂളിൽ, ആ ചർച്ചിൽ, അവൾ ഒരു ഇംഗ്ലീഷ് മീഡിയം CBSE സ്കൂളിൽ അവൾ 10ാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന ഒരു അധ്യാപിക, ഹൈസ്കൂളിൽ പഠിപ്പിക്കുന്ന ഒരു അധ്യാപിക, കാണാൻ സുന്ദരി, പഠിക്കാൻ മിടുക്കി, സൺഡേ സ്കൂളിന്റെ ഹെഡ് മാസ്റ്റർ. അവളാണ് മുതിർന്ന ക്ലാസ്സിലെ പിള്ളേരെ പഠിപ്പിക്കുന്നത്, ഏറ്റവും ടോപ്പിൽ. അവൾ പ്രാർത്ഥിക്കും, അവൾ കീബോർഡ് വായിക്കും, അവളാണ് ആരാധന ഇടിയേണ്ട സമയം. അവള് നന്നായിട്ട് പാട്ട് പാടും. അവൾ സ്റ്റേജിൽ അവൾ ഫസ്റ്റ് മേടിച്ച് പാട്ടിനും പ്രസംഗത്തിനും ഭയങ്കര പ്രസംഗമാണ്. ഒരു സഭായോഗം അന്ന് രാവിലെ അവൾ സൺഡേ സ്കൂൾ പഠിപ്പിച്ചു. അവളെല്ലാവരും ഹാജർ കൊടുത്തു. അന്ന് ആ സൺഡേ സ്കൂളിൽ അവർ പ്രബോധനം കൊടുത്തു. അങ്ങനെയാണ് സഭയെന്ന് പറഞ്ഞത്. അവൾ പ്രബോധനം കൊടുത്തു. ദൂരെ അടുത്തൊരു സ്ഥലം കൊടുത്തു. എന്നിട്ട് അവൾ അന്ന് ആരാധന ലീഡ് ചെയ്തു, കീബോർഡ് വായിച്ചു. അന്ന് അവൾ പാട്ട് പാടി ലീഡ് ചെയ്തു, നന്നായിട്ട് പാടി. അന്ന് അവൾ പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞിട്ട് ആരാധന കഴിഞ്ഞിട്ട് അവളുടെ വീട്ടിൽ അവൾ പോയി. അവൾ കാർ ഓടിക്കും, കാറുണ്ട്. ആ കാർ അവൾ വീട്ടിൽ ചെന്നിട്ട് ആ സഭയിലെ ഒരു രോഗി, ഒരു വിശ്വാസി രോഗിയായി കിടക്കുക. അവിടെ അപ്പനും അമ്മയും ഇവിടെ കാർ ഓടിച്ച് 3 പേരും കൂടെ പോയി പ്രാർത്ഥിച്ച് ആ രോഗിക്ക് വേണ്ടി സന്ധ്യയ്ക്ക് വൈകിട്ട് പോയി പ്രാർത്ഥിച്ചു. അന്യതല്ലേ അവളവ പ്രാർത്ഥിച്ചത് രോഗിക്ക് വേണ്ടി. എന്നാൽ പിറ്റേ ദിവസം രാവിലെ 10 മണിക്ക് കോന്നി മുരിങ്ങമംഗലം അമ്പലത്തിൽ വെച്ച് അവിടെ ഹിന്ദുവിൻ്റെതായിട്ട് കല്യാണം നടന്നു. അപ്പൊ ഇന്നലെ വരെ അവർ ചെയ്തിട്ടുണ്ടായിരുന്നു. ശ്രദ്ധിക്കേ, അവൾ ഇന്നലെ വരെ ചെയ്തിട്ടുണ്ടായിരുന്നു. അവൾ സൺഡേ സ്കൂൾ പഠിപ്പിച്ചു, അവൾ പ്രാർത്ഥിച്ചു, അവൾ പാട്ടുപാടി, കീബോർഡ് വായിച്ചു, അവള് സ്തോത്രം ആരാധന ചെയ്തു. ഇതെല്ലാം അവൾ ചെയ്തു. അന്യഭാഷ പറഞ്ഞു. പിറ്റേ ദിവസം രാവിലെ 10:30 കോന്നി മുരിങ്ങമംഗലം അമ്പലത്തിൽ വെച്ച് ഒരു ഹിന്ദു ചെറുക്കനുമായി വിവാഹം കഴിച്ചു. ഇന്ന് രാത്രി ഞാൻ ഒരു കാര്യം പറയാം. നിന്റെ കുഞ്ഞെങ്കിൽ യൂത്തിന്റെ ഒരു പാട്ട് പാടുമെന്ന് പറഞ്ഞാൽ അംഗീകരിക്കരുത്. ഈ യൂത്ത് പ്രോഗ്രാമിൽ മത്സരിക്കുന്നത് കഴിവാണ്. അത് കഴിവാണ്, അത് ആത്മീയമല്ല. വിശ്വാസികൾ മനസ്സിലാക്കണം, നിന്റെ മകൻ കീബോർഡ് വായിക്കുന്നെങ്കിൽ അത് ആത്മീയമല്ല, കഴിവാണ്. നിന്റെ മകൻ പാട്ട് പാടുന്നെങ്കിൽ അത് ആത്മീയമല്ല, അത് കഴിവാണ്. നിന്റെ മകൻ ഗിത്താർ വായിക്കുന്നെങ്കിൽ അത് ആത്മീയമല്ല, അത് കഴിവാണ്. ഇന്ന് രാത്രി പറയാം, ദൈവത്തിന് വേണ്ടത് കഴിവല്ല വേണ്ടത്, ദൈവത്തിന് വേണ്ടത് ആത്മീയമാണ് വേണ്ടത്. ഇന്ന് രാത്രി ദൈവസഭ ഇന്ന് രാത്രി നമുക്ക് വേണ്ടത് കഴിവല്ല വേണ്ടത്. നമ്മുടെ കുഞ്ഞ് സ്റ്റേറ്റിൽ പോയി ഫസ്റ്റ് പഠിക്കുമ്പോൾ ഏതാണ്ട് യൂത്തിന് അയപ്പിക്കുമ്പോൾ ഒരു പാട്ട് പാടുമ്പോൾ അത് കീബോർഡ് വായിക്കുമ്പോൾ സത്യത്തിൽ ഞാൻ പറയാം, ഈ കീബോർഡ് വായിക്കുന്ന ജീവിതത്തിൽ അന്യഭാഷം വരും. ഞാന് കൊട്ടാരക്കരെ സ്ഥലം പറഞ്ഞു ഒരു സഭയിൽ, ശ്രദ്ധിക്കണേ, ഞാനൊരു 150 കുടുംബമുള്ള സഭ, വലിയൊരു സഭ. ഞാൻ ഇപ്പോഴും പ്രാർത്ഥന തുടങ്ങി കഴിഞ്ഞ ചെല്ലത്ത് ഞാൻ ഇപ്പോഴും ആരാധന സാധിച്ചു ഇവിടെ നിന്നില്ല. എനിക്ക് തുറന്ന് പറയാം സ്വന്തം. അപ്പം ഞാൻ പ്രാർത്ഥന തുടങ്ങി കഴിഞ്ഞ തുറന്നപ്പോൾ ഒരു മോനെ കീബോർഡ് വായിക്കും. ശ്രദ്ധിക്കണേ, കീബോർഡ് വായിക്കും. ഇവർ നന്നായിട്ട് എനിക്കപ്പോൾ ഇഷ്ടപ്പെട്ടു.
ഞാൻ വലിയ ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന പോലെ എനിക്ക് അവന് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഇവന്റെ ആ വായന, ഇവൻ ഇങ്ങനെ കിടന്ന് കാണിക്കുമ്പോൾ ഇവരെല്ലാം തുള്ളോ, ഭയങ്കര ഹലാദിനെയാണ്. അപ്പം എനിക്ക് നല്ലൊരു വായിച്ചു, നന്നായിട്ട് വായിക്കുന്നു. അവൻ ഇങ്ങനെ നിന്ന് അടിച്ച് പൊളിക്ക് ഇങ്ങനെ ചെയ്തോണ്ടിരിക്കും. എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ലതായിട്ട് കറക്റ്റായിട്ട് വായിക്കുന്നുണ്ട്, നല്ലതായിട്ട് വായിക്കണം, എടുക്കണം. അപ്പൊ എനിക്ക് സത്യത്തിൽ അവരുടെ ഒത്തിരി ഇഷ്ടപ്പെട്ടിരുന്നു. എന്നാൽ ഞാൻ പ്രസംഗിക്കാൻ എഴുന്നേറ്റു. ഒരു 10-20 മിനിറ്റ് എന്റെ ശുശ്രൂഷ കഴിഞ്ഞ് ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് പരിശുദ്ധന്മാരോട് പറഞ്ഞു, ഇവൻ ശരിയല്ലോ. ഉടനെ എല്ലാവരും സൈലന്റ്. കാരണം ഇവരില്ലെങ്കിൽ ഇവിടെ ആരാ നടക്കത്തിലുള്ള ചിന്തയാ സഭയ്ക്കകത്ത്. മനസ്സിലായോ? ഇവരില്ലെങ്കിൽ, ഇത് ബുദ്ധിയില്ലെങ്കിൽ എന്ത് നടക്കത്തില്ല. ഈ തെറ്റിദ്ധാരണ ഇന്ന് രാത്രി മാറിക്കണം. ആരുടെ ആരില്ലെങ്കിലും ആരാധന പറയത്തില്ല, കീബോർഡിലെങ്കിലും ആരാധന പറയത്തില്ല. ഈ തെറ്റിദ്ധാരണ വിശ്വാസികളിൽ നിന്ന് മാറണം. ആദിമകാലങ്ങളിലൊന്നും ഇതില്ലായിരുന്നു. കൈയടിച്ച് പാട്ടുപാടുമായിരുന്നു. ഇന്ന് കണ്ണടക്കണ്ടല്ലോ, കണ്ണടച്ച് പാടാൻ പറയാൻ പറ്റത്തില്ല. കാരണം നോക്കി പാടാൻ വേണ്ടി സെറ്റെല്ലാം ചെയ്തിരിക്കുന്നു. അവിടെ കണ്ണടക്കാൻ പറയാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞു വന്നില്ല. അപ്പൊ ഇവൻ പാട്ടൊക്കെ പാടി, ഇവനിങ്ങനെ ആരാധിച്ചു. പരിശുദ്ധാത്മാവിനെ ശരിയാക്കണം. അപ്പൊ ഇവരെല്ലാവരും വല്ലാതെ, കാരണം ഇവനാണ് ഇവിടുത്തെ ദാദാ. ഇവരുണ്ടെങ്കിൽ ഇവിടെ ആരാധന, നീ കൊണ്ടാണ് വായിച്ചെങ്കിൽ ആരാധന. മനുഷ്യന്റെ എല്ലാ ഹൃദയത്തിലും അങ്ങനെ തെറ്റിദ്ധാരണ, യോഗമെല്ലാം കഴിഞ്ഞു. അപ്പൊ എനിക്ക് മനസ്സിലായി എന്തോ കുഴപ്പമുണ്ട്. ശുശ്രൂഷിക്കുമ്പോൾ ബ്രേക്ക് ഞങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ഞാൻ പറഞ്ഞു ശരിയെന്ന് പറഞ്ഞു. അവസാന ശുശ്രൂഷ കഴിഞ്ഞപ്പോൾ അവരുടെ അമ്മയും അവരുടെ പാസ്റ്റർ എല്ലാവരുടെ നോക്കിൽ പിടിച്ചു സ്റ്റേജ് പാസ്റ്റർ ഇവര് വേണ്ടി പ്രാർത്ഥന ചുരുക്കമായിട്ട് ഞാൻ അവന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അവന്റെ സ്വഭാവം തന്നെ അവൻ അമ്മയെ തന്നെ. അവൻ സിനിമ കാണാൻ പോകും, അവൻ വീഡിയോ നോക്കി, സ്നാനപ്പെട്ടിട്ടില്ല. അവൻ നന്നായി കീബോർഡ് വായിക്കും. ഇപ്പോഴത്തെ അപ്പനും അമ്മയെ കണ്ടിട്ടില്ല, അമ്മമാരെ കണ്ടിട്ടില്ലേ? ഒക്കെ ഒന്ന് പോകും. 5 വയസ്സുള്ള ചെറുക്കനെ 1000 രൂപയായ നായന്മാരെ കീബോർഡ് പഠിപ്പിക്കാൻ വീട്ടിൽ വരുന്നുണ്ട്. നായന്മാരെ പറഞ്ഞാൽ മനസ്സിലായി. ഞാൻ നടന്ന കാര്യം പറയുന്നത് 1000 രൂപ ഒരു സൺഡേ ക്ലാസ് എടുത്തിട്ട് ഈ കീബോർഡ് പഠിപ്പിക്കാൻ. 5 വയസ്സുള്ള കൊച്ചിനെ പൊക്കിയെടുത്തോണ്ട് പോവും അമ്മ കീബോർഡ് വായിക്കാൻ. 1000 രൂപ കൊടുക്കുക ഓരോ ക്ലാസ്സിന്. എന്ന 10 രൂപ സ്വപ്രയാഴ്ച എടുത്തില്ല. ഒരു ഉപവാസ പ്രാർത്ഥനയ്ക്ക് 10 രൂപ കൊടുക്കത്തില്ല. ഒരു കൺവെൻഷന് 10 രൂപ കൊടുക്കത്തില്ല. ദൈവത്തിന്റെ വേഷത്തിൽ 1 രൂപ കൊടുക്കത്തില്ല. നാം ഈ കൊച്ചുങ്ങളെ 5 വയസ്സുള്ള കൊച്ചിനെ കീബോർഡ് പഠിപ്പിക്കാൻ പൊക്കിയെടുത്തോണ്ട് പോവുക സമാധാനം തീരുന്നതിന് മുമ്പ്. ഞാൻ രാത്രി ഒരു കാര്യം പറയട്ടെ, അവനാണ് കീബോർഡ് വായിക്കുന്നത്. ഞാൻ ചോദിക്കുന്നത്, ഇത്രയും ദൈവമക്കൾ അവന്റെ കീബോർഡിൽ കൈയടിച്ച് പാടി അന്യഭാഷ അവനെ വിവേചിക്കാൻ കഴിഞ്ഞില്ല. ദൈവസഭ ചെയ്യാൻ പറ്റത്തില്ല. സഭയിൽ അവനെ തൊടാൻ പറ്റത്തില്ല. കാരണം അവൻ മെയിൻ ആളായിരിക്കും അവന്റെ കുടുംബം. തൊടാൻ പറ്റില്ല. ഒരു പാട്ടിൽ നിന്ന് ഒരാളെ ഇങ്ങോട്ടൊന്ന് മാറ്റി നിർത്തിട്ട്, ഓ എന്റെ ദൈവമേ, ആ അമ്മയുടെ ചൂടൊന്ന് കാണും. മോനെ അടുത്ത ഒരാൾ ആ പാട്ടൊന്ന് കൊടുക്കുമ്പോൾ ഒന്ന് മയക്കുന്ന കൈമാറും പോലെ ആ കീബോർഡ് അടുത്ത ഒരാളൊന്ന് വായിപ്പിക്കും പോലെ. ഓ അമ്മയുടെ സ്വഭാവം എന്റെ മോനെ കൊച്ചാക്കി കൊള്ളനാക്കി. ഞാൻ ഇന്ന് രാത്രി പറയാം, എന്റെ വാക്കുകൾ ചുരുക്കുന്നത് ഞാൻ പറയാം. നിന്റെ മോൻ കീബോർഡ് വായിച്ചിട്ടുണ്ട്. നിന്റെ മോൻ വലിയ പാട്ടുകാരനായില്ലെങ്കിലും, അറിയപ്പെടുന്ന ഒരു പാട്ടുകാരനായില്ലെങ്കിലും, അന്യഭാഷ പറഞ്ഞ് കലമടിച്ച് ആത്മാവിനെ ആരാധിക്കുന്ന ഒരു തലമുറ വേണമെന്ന് ആഗ്രഹിക്കുന്നു. ഇന്ന് രാത്രി നിന്റെ തലമുറ കൈയടിച്ച് അന്യഭാഷ പറഞ്ഞ് ആരാധിക്കാൻ എന്റെ തലമുറയെ ഒരുക്കണമെന്ന് ആഗ്രഹിക്കുന്ന എത്ര മാതാപിതാക്കളുണ്ട്.
ഒരു കുടുംബത്തെ ദൈവം പുറത്തു. ആ കുടുംബമാണ് നോഹയും കുടുംബവും. അവന്റെ രക്ഷയ്ക്ക് വേണ്ടി ഒരു പെട്ടകം ദൈവം ഉണ്ടാക്കാൻ പറഞ്ഞു. ഇന്ന് രാത്രി എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ആ പെട്ടകമാണ് ഒന്നാമത്തെ പെട്ടകം. രണ്ടാമത്തെ പെട്ടകത്തിലേക്ക് വരണം. രണ്ടാമത്തെ പെട്ടകം പുറപ്പാട് പുസ്തകം 2-ാം അധ്യായം 1 വാക്യങ്ങൾ. അവിടെ പെട്ടകമുണ്ട്, ജ്ഞാനയുടെ പെട്ടകം. എന്താണ് ജ്ഞാനയുടെ പെട്ടകം? എന്താണ് ഈ പെട്ടകത്തിലെ അർത്ഥം? എന്താണ്? ശ്രുതി മുമ്പ് ആരുടെ കർത്താവിദാസന് ഓർപ്പിച്ചതുപോലെ ഈ പെട്ടകത്തിന്റെ ആവശ്യം എപ്പോഴാ വന്നെന്നറിയാം? പറയാം. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിൽ സ്തോത്രം, ദൈവത്തിന്റെ ദൂതൻ, ദൈവത്തിന്റെ ശബ്ദം അബ്രഹാമിന്റെ അടുക്കൽ എത്തുവാൻ അബ്രഹാം ഇങ്ങനെ പറഞ്ഞു, ഞാൻ അതിമഹത്തായ പ്രതിഫലവും ഞാൻ അവൻ പരിചയമാണ്. അബ്രഹാം ദൈവത്തോട് പറഞ്ഞു, എനിക്ക് പരിചയമല്ല വിഷയം. പരിചയത്തിന് ഉപയോഗിച്ച് യുദ്ധത്തിന് 318 അഭ്യാസികളുടെ വീട്ടിലാണ്. എനിക്ക് പ്രതിഫലം എന്ന് പറയുന്നത് പണമല്ല വിഷയം, സാമ്പത്തികമല്ല, ഭൗതികമല്ല. ഇഷ്ടംപോലെ ആടുമാടുകളുണ്ട്. എന്നാൽ എൻ്റെ ആടുമാടുകൾ എൻ്റെ സമ്പത്തിനേക്കാൾ വലിയത്, എൻ്റെ മിടുക്കിനേക്കാൾ, എൻ്റെ കഴിവ് കൊണ്ട് നടക്കാത്ത, എൻ്റെ സമ്പത്ത് കൊണ്ട് നടക്കാത്ത, അവൻ എൻ്റെ ബുദ്ധി കൊണ്ട് നടക്കാത്ത ഒരു ശൂന്യത എൻ്റെ ജീവിതത്തിലുണ്ട്. അവൻ എന്താണെന്നറിയാമോ? എൻ്റെ അവകാശി ആരാകും? ഇന്ന് രാത്രി ജീവിതത്തിൽ എല്ലാം ഉണ്ടെങ്കിലും ഈ ഒരു ശൂന്യത ഇന്ന് രാത്രി നിന്നിലുണ്ടെങ്കിൽ, ഈ രാത്രി അതിന് പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുണ്ട്. അതിന് മറുപടി നൽകാനാ ഈ ഉപവാസ പ്രാർത്ഥന ഇവിടെ വെച്ചത്. ആ ചോദ്യത്തിന് മറുപടിയുമായി ദൈവം തമ്പുരാൻ കൂടാരത്തിൽ നാം പ്രാർത്ഥിക്കുന്നു കേട്ടോ. കൂടാരത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് പെട്ടെന്ന് അവൻ ചോദിച്ച ചോദ്യത്തിന്റെ മറുപടിക്ക് വേണ്ടി കൂടാരത്തിന്റെ വാതിക്കൽ അവനെ കൊണ്ടുവന്നു. വാതിക്ക് കൊണ്ടുവന്നിട്ട് നോക്കാൻ പറഞ്ഞു. അവൻ ഇതുപോലെ അവൻ എണ്ണാമെങ്കിൽ എണ്ണിക്കോളാൻ പറഞ്ഞു, എണ്ണാമെങ്കിൽ എണ്ണിക്കോളാൻ പറഞ്ഞു. ഇതുപോലെ ഞാൻ നിനക്ക് സന്തതികളെ തരാൻ പോകുന്നു. ദൈവം ദൂത് കൊടുത്തു. എന്നാൽ ദൈവം തമ്പുരാൻ ആ ദൂത് അവന് കൊടുത്തത് അവനത് വിശ്വസിച്ചു, നീതിയായി കണക്കിട്ടു. എന്നാൽ അടുത്ത ദൈവം അവൻ ചോദിക്കാത്ത ഒരു ഉത്തരം കൊടുത്തു. എന്നറിയാമോ? ഞാൻ അവർക്കൊരു ദേശം കൊടുത്തു. ഞാൻ ഇന്ന് രാത്രി പറയാം, ദൈവസനെ മുട്ടുമടക്കുമ്പോൾ നീ ചോദിച്ചത് മാത്രമല്ല, ചോദിക്കാത്തത് തരാൻ എന്റെ ദൈവശക്തനായ ദൈവം. അതുകൊണ്ടാണ് നമ്മൾ പഠിക്കുന്നത്, നാം ചോദിക്കുന്നതിലും നിലയ്ക്കുന്നതിലും അത്യന്തപരമായി ചെല്ലുവാൻ കഴിയുന്ന ഒരു ദൈവശക്തി ഇന്ന് രാത്രി നമ്മുടെ മൺകൂടാരങ്ങളിൽ വ്യാപരിക്കുന്നത് ഉറപ്പുള്ള എത്ര ദൈവമക്കളുണ്ട്. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് ഒരു അത് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല. അങ്ങനെയെങ്കിൽ നാം ചോദിക്കാത്ത ചിലതോട് തരാൻ ദൈവം. അങ്ങനെ ഒരു ചോദ്യം ദൈവം പറഞ്ഞു, അവർക്ക് ഞാൻ എന്ത് ചെയ്യും? ഒരു ദേശം കൊടുത്തു. ആ ദേശം കൊടുക്കുമെന്ന് ചോദിച്ചപ്പോൾ ദൈവം തമ്പുരാനോട് അബ്രഹാം അടയാളം ചോദിച്ചു. നമുക്കറിയാം 15-ാം അധ്യായം. ഞാൻ ഒരു കാര്യം പറഞ്ഞു, നിങ്ങളുടെ എല്ലാ ചോദ്യത്തിന്റെ സംശയത്തിന്റെ മറുപടി എന്താണ്? ദൈവസന്നിധി. നിങ്ങൾ സങ്കീർത്തനം 73 കണ്ടിട്ടുണ്ടോ? 73 സങ്കീർത്തനക്കാരൻ ഒരു ചോദ്യം ചോദിച്ചു ദൈവത്തോട്, എന്റെ കൈകളെ കഴുകിയതും എന്റെ ഹൃദയത്തെ ശുദ്ധീകരിച്ചതും വ്യർത്ഥമായി പോയി. എന്താണ് ആ ഭക്തൻ വ്യർത്ഥമായി പോയെന്ന് പറയാൻ കാരണം? ദുഷ്ടന്മാരുടെ സൗഖ്യം കണ്ടിട്ട് അഹങ്കാരികളോട് എനിക്ക് അസൂയ തോന്നി. അവർക്ക് വേദന ഒട്ടുമില്ലല്ലോ. അത് എന്ന് പറഞ്ഞ് താഴോട്ട് വായിച്ചാൽ മതി. അവരുടെ വാക്ക് ആകാശത്തോട് സഞ്ചരിക്കുന്നു. അവർ നിത്യ സമാധാനം അന്വേഷിക്കാൻ അവർ അനുഭവിക്കുന്നു. അവർ സമ്പത്ത് വർദ്ധിക്കുന്നു. 73 സങ്കീർത്തനം നിങ്ങളെ കൂടി ചിന്തിച്ചാൽ മതി. എന്നാൽ പ്രാർത്ഥിച്ച ആരാധിച്ച ദൈവത്തെ വിളിക്കുന്ന ഈ ഭക്തൻ പറയുക, ഞാൻ എന്നും ഒരു ബാധ്യതയാണ്. ഞാൻ ഇന്ന് രാത്രി പറയാം, പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലെ, നിന്റെ ജീവിതത്തിൽ നീ ഒരു ബാധിതനാണെങ്കിലും ഭാരപ്പെടേണ്ട കേട്ടോ, ഭാരപ്പെടേണ്ട. അതിന്റെ മറുപടി തരാൻ ദൈവശക്തി. ഇവിടെ ഈ ഭക്തൻ ചോദിച്ച ചോദ്യം വെറുതെ ആയി, പ്രാർത്ഥിച്ചത് അല്ലേ? അതല്ലേ അർത്ഥം? ആരാധിച്ചത് വെറുതെ. നോക്ക്, ഒറ്റ നിങ്ങൾ
നമുക്കും അത് സംഭവിക്കുന്നുണ്ട്, നമ്മുടെ സഭയ്ക്കും അത് സംഭവിക്കുന്നുണ്ട്. നിങ്ങൾ ഒറ്റ പ്രാർത്ഥനയ്ക്ക് വരാത്തവൻ കുടുംബത്തിന് പെട്ടെന്ന് അവരുടെ മക്കൾ കേൾപ്പിപ്പോകും, പെട്ടെന്ന് അവരുടെ കൊച്ചുങ്ങളുടെ കല്യാണം നടക്കുന്നു, പെട്ടെന്ന് അവരുടെ കാര്യങ്ങൾ നടക്കുന്നു. നമ്മൾ നോക്കുമ്പോൾ ഞാനെന്നും പ്രാർത്ഥനിക്കുക, ഞാനെന്നും വന്ന് കൈയടിക്കുക, ഞാനെന്നും വന്ന് ആരാധിക്കുക, എന്റെ കൊച്ചുങ്ങൾക്ക് ഒരു വഴി തുറക്കുന്നില്ല. എന്നാൽ സഭയെ വഴക്കുണ്ടാക്കുന്നവരും സഭയെ പ്രശ്നം ഉണ്ടാക്കുന്നവരും സഭയിൽ അങ്ങനെ അടിനാശം ഉണ്ടാക്കുന്നവരും ആമി സഭയിൽ വന്നിരുന്ന് ഉറങ്ങുന്ന വിശ്വാസിയും സഭയ്ക്ക് കീഴ്പ്പെടാത്തവനും ആമി പ്രാർത്ഥിക്കാത്തവനും ആരാധിക്കാത്തവരും നോക്കിക്ക് അവരുടെ മക്കളൊക്കെ എന്ത് എളുപ്പമാണ് പെട്ടെന്ന് കല്യാണം നടക്കുന്നു. എവിടെല്ലാം പോകും. ഞാൻ ഇന്ന് രാത്രി ചോദിക്കട്ടെ, നമ്മുടെ ഹൃദയത്തിൽ ഒരിക്കലെങ്കിലും ആ ചിന്ത വരാതിരിക്കത്തില്ല. ഇറങ്ങിയത് വെറുതെ ആയിപ്പോയി, പ്രാർത്ഥിച്ചത് വെറുതെ ആയിപ്പോയി. ഈ ഉപവാസ പ്രാർത്ഥനയ്ക്കും വരാത്തവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ചെയ്യും. അതുകൊണ്ടാണ് പറഞ്ഞു, നീതിമാന്മാരുടെ മേൽ നീതി കെട്ടവരുടെ മേൽ ദൈവം ചെയ്യും, മഞ്ഞുമഴ ദൈവാദിക്കും കേട്ടോ, ഭാരപ്പെടേണ്ട. എന്നാൽ ആ സഭ ചോദ്യത്തിന്റെ ചോദിച്ചപ്പോ ദൈവം തമ്പുരാൻ എന്താ പറയാ, നീ ഒരു കാര്യം ചെയ്യും, അവരാരാ, നീ ആരാണ്, നീ വിശുദ്ധ മന്ദിരത്തിൽ വരാൻ പറഞ്ഞോ, വിശുദ്ധ മന്ദിരത്തിൽ വരാൻ പറഞ്ഞോ. വിശുദ്ധ മന്ദിരത്തിൽ വന്നപ്പോൾ ദൈവം ഒരു കാഴ്ച കാണിച്ചു. എന്താ കാഴ്ച അറിയാമോ? അവർ വഴിവഴുപ്പിൽ നിൽക്കുന്നു, അവരെ പോലെ തകർന്നു പോകും, അവരെ പോലെ തകർന്നു പോകും. എന്നാൽ അവിടെ വായിക്കുന്നു, യഹോവ അവൻ ആസാഫിനെ പിടിച്ചിരിക്കുന്നു, യഹോവ എന്റെ വലം കൈക്ക് പിടിച്ചിരിക്കുന്നു. രാത്രി ഉറപ്പുണ്ട്. ഈ രാത്രി ഞാൻ പറയാ, വിശുദ്ധ മന്ദിരത്തിൽ വന്ന് പ്രാർത്ഥിച്ചപ്പോൾ ദൈവാത്മാവിനെ കാണിച്ചു, അവർ വഴിവഴുപ്പിൽ നിൽക്കുന്നു. പ്രാർത്ഥിക്കുന്ന ദൈവമൈതലേ, ആരാധിക്കുന്ന ദൈവമൈതലേ, നിന്നെ സ്വർഗ്ഗം വലം കൈക്ക് പിടിച്ചിട്ടുണ്ട്, നിന്റെ ദൈവം വലം കൈക്ക് പിടിച്ചിട്ടുണ്ട്. നീ രോഗിയാണെങ്കിലും യഹോവ നിന്നെ പിടിച്ചിട്ടുണ്ട്, നീ കഷ്ടത്തിലാണെങ്കിലും യഹോവ നിന്നെ പിടിച്ചിട്ടുണ്ട്, നിന്റെ ജീവിതത്തിൽ ഒന്നുമില്ലെങ്കിലും യഹോവ നിന്നെ പിടിച്ചിട്ടുണ്ട്. ഇന്ന് രാത്രി ഉറപ്പുള്ള ദൈവമക്കളെ ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. ആ സങ്കീർത്തനം അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? ദൈവമേ, ആ വിശ്വത്രം അവൻ പാടിയാൽ അവൻ അവസാനം തീർക്കുമ്പോൾ ആ സഭ പറയുന്നു, ദൈവത്തോടെ അടുത്തിരിക്കുന്നത് നല്ലതാ. ഇന്ന് രാത്രി എത്ര പേർക്ക് ഉറപ്പുണ്ട്, ഞാൻ രോഗിയാണെങ്കിലും എന്റെ ദൈവത്തോട് അടുത്തിരിക്കുന്നത് നല്ലത്, ഞാൻ കഷ്ടത്തിലാണെങ്കിലും ഞാൻ ദൈവത്തോട് അടുത്തിരിക്കുന്നത് നല്ലത്, എനിക്ക് വഴി തുറന്നില്ലെങ്കിലും ഞാൻ കർത്താവിനോട് അടുത്തിരിക്കുന്നത് നല്ലത്, എന്റെ വഴി അറിഞ്ഞാലോ ഞാൻ ദൈവത്തോട് അടുത്തിരിക്കുന്നത് നല്ലത്. ഇന്ന് രാത്രി ഉറപ്പ് പ്രാപിച്ച ദൈവമക്കളെ ദൈവ സന്നിധിയിലായി എല്ലാത്തിനും മറുപടി കേട്ടോ. ദൈവം അപ്പൊ ഇവിടെ ഒരാരാധന കഴിക്കാം, ആരാധനയിൽ കർത്താദാസും ഓർപ്പിച്ചതുപോലെ ആരാധനയാണ് നിസാരമായി സ്വന്തം നോക്കിയപ്പോ നല്ലൊരു പ്രാവ്, അതിനെങ്ങനെയാണ് നോക്കുന്നത് അല്ലെ, അതിന്റെ ആ ഇരിപ്പും അതിന്റെ ആ ഞാൻ ഇന്ന് രാത്രി പറയാം, ആരാധനയിൽ വരുമ്പോ ചെറുതൊന്നും വലുതൊന്നുമില്ല, മിടുക്കൊന്നും കഴിവില്ല. ഞാൻ ഇന്ന് സഭയ്ക്ക് പറ്റി പരാതി, സഭയ്ക്ക് പറ്റി പരാതി ശ്രദ്ധിച്ചു. നിങ്ങൾക്ക് എങ്ങനെ എന്നെ ചിന്തിക്കുന്നത്? പെന്തക്കോസ്ത് സഭയുടെ പരാജയത്തിന്റെ കാരണം ദൈവസഭ ഭരിക്കേണ്ടത് പരിശുദ്ധാത്മാവാണ്. എന്നാൽ ദൈവസഭ മിടുക്കന്മാരുടെ കയ്യിലേക്കും മിടുക്കന്മാരും പണക്കാരുടെ കയ്യിലേക്കും അവരുടെ കുടുംബ പാരമ്പര്യത്തിന്റെ കയ്യിലേക്കും സഭ പോയതാണ് സഭയുടെ ഏറ്റവും വലിയ പരാജയം. ഞാൻ ഒരു കാര്യം നിങ്ങൾ തുറന്നു പറയാം, സഭയ്ക്ക് വേണ്ടത് മിടുക്കന്മാരെ അല്ല, അവരുടെ പാരമ്പര്യമല്ല, അവരുടെ സുന്ദരന്മാരെ അല്ല, കഴിവുള്ളവരെ അല്ല, ബുദ്ധിമാന്മാരെ അല്ല, പണക്കാരെ അല്ല വേണ്ടത്, ആത്മാവിനാണ് വേണ്ടത്, പരിശുദ്ധാത്മാവ്.
ജീവിതത്തിൽ അന്യഭാഷ പറയാത്ത വിശ്വാസ സഭയുടെ സെക്രട്ടറി. ആരാ സഭയെ നടത്തുന്നത്? ജീവിതത്തിൽ അന്യഭാഷ പറയാതെ കൈയടിച്ച് ചോദിക്കുന്ന പാട്ട് പാടാത്തവരാ സഭയുടെ ചുമതലക്കാർ. സഭയുടെ കണക്കുകാരനാരാ? സഭയുടെ കർമ്മത്തിയാരാ? ഇന്ന് രാത്രി അഭിഷേകമില്ലാത്ത ഒരുത്തൻ പോലും പഴയ കാലത്ത് പോലും അടിക്കത്തില്ലായിരുന്നു. ഞാൻ ഇന്ന് രാത്രി ദൈവസഭയോട് പറയാം, ദൈവസഭയ്ക്ക് വേണ്ടത് പരിശുദ്ധാത്മാവിനെയാണ്. ആത്മാവുള്ളവരെയാണ് ദൈവത്തിന് വേണ്ടത്, മിടുക്കന്മാരെയല്ല ദൈവത്തിന് വേണ്ടത്. ഇവിടെ അബ്രഹാം ആരാധനയിൽ പ്രാപിനെ വലുതായി കണ്ടു, വിലപ്പെട്ടതായി അതിന്റെ സൗന്ദര്യം, അതിന്റെ അതിന്റെ ഭംഗി ഒക്കെ കണ്ടു. ഞാൻ എന്റെ സമയം പൊതുവിൽ തന്നെ അവിടെ വെച്ച് 15 നിങ്ങൾ വായിച്ചാൽ ഒറ്റ ഉറക്കം കൊടുത്തു. ഞാൻ ഈ ഉറങ്ങുന്ന വിശ്വാസം പറയാറുണ്ട്. ആരാധന കറക്റ്റാവാത്ത ചൊവ്വേലരെ ആരാധിച്ച ഉറങ്ങാൻ പറ്റത്തില്ല, ആത്മാവുള്ളവന് ഉറങ്ങാൻ പറ്റത്തില്ല. പരിശുദ്ധാത്മാവുള്ളവനെ അസംഖ്യാതിരിക്കാൻ പറ്റത്തില്ല. കാരണം നിന്റെ ശരീരത്തിന്റെ വളർച്ചയ്ക്ക് മാനുഷികമായ നിലയിൽ ഭക്ഷണം വേണമെങ്കിൽ ആത്മാവിന്റെ വളർച്ചയ്ക്ക് വചനം. ഇന്ന് രാത്രി ആത്മാവുള്ളവർക്ക് അവൻ വചനം കേൾക്കുമ്പോ ഇങ്ങനെ വായിക്കുന്നത്, വചനം കേട്ടവരുടെ ഇന്ന് രാത്രി എത്രയൊക്കെ മനസ്സിലാകുന്നുണ്ട്? വചനം കേട്ടവരുടെ മേൽ പരിശുദ്ധാത്മാവുണ്ട്. ഇന്ന് രാത്രി വചനം കേട്ടാൽ ഒരാത്മ നിറവ് പ്രാപിക്കും. സമയം ചെയ്യുന്നില്ല ദൈവത്തിന് ശ്രദ്ധിക്കണേ. എന്റെ പ്രസംഗം തുടങ്ങിയത് ഞാൻ ഗുരുവാക്യത്തിലേക്ക് വന്നില്ല, 3-ാമത്തെ പെട്ടകം. അപ്പൊ ഇവിടെ സ്തോത്രം ആ ഒറ്റ ഉറക്കത്തിൽ ഒരു ദൂത് കൊടുത്തു. ഉൽപ്പത്തി 15-ാം അധ്യായം ആ ഒറ്റ ഉറക്കത്തിൽ ദൂത് കൊടുത്തറിയാം, നിന്റെ 4-ാം തലമുറ ഞാൻ പറഞ്ഞ ദേശം കാണും. ഏത് ദേശമാണ്? ശ്രദ്ധിക്കണേ, ദൈവം കൊടുക്കുമെന്ന് പറഞ്ഞ ദേശം 4-ാം തലമുറ. ഈസഹാക്ക്, യാക്കോബ്, യോസേഫ്, മോശ. 4-ാം തലമുറ മോശയാണ് ആ പെട്ടകത്തിനകത്ത് കിടക്കുന്നത്. ഇന്ന് രാത്രി മനസ്സിലായി, ഈ ഞാങ്ങണിയുടെ പെട്ടകത്തിൽ കിടക്കുന്ന കുഞ്ഞാരാറിയാമോ? ഒരു വാഗ്ദത്ത സന്തതിയാണ്. ഇന്ന് രാത്രി അടുത്ത പെട്ടകത്തിനകത്ത് കിടക്കുന്ന ആരാണെന്നറിയാമോ? ആമീൻ, വാഗ്ദത്തമുള്ളവനായിരിക്കും അടുത്ത പെട്ടകത്തിനകത്ത്. ഇന്ന് രാത്രി വാഗ്ദത്തമുള്ള ദൈവമക്കളെ, നിന്നെ ആമീൻ ഒഴുക്കിക്കളയാനല്ല, ആമീൻ നിന്റെ വളർച്ച എവിടെന്നറിയാമോ? ശത്രുവിന്റെ പാളയത്തിൽ ആ ദൈവം നിനക്ക് പോകുന്നത്. വാഗ്ദത്തമുള്ള തലമുറയെ മോശക്കുഞ്ഞ് വളർന്നത് എവിടെയാണെന്നറിയാമോ? അവനെ കൊന്നു കളയുമെന്ന് ആമീൻ ഉറക്കെ പ്രഖ്യാപിച്ച് പാറമോന്റെ കൊട്ടാരത്തിൽ അവൻ വളർന്നെങ്കിൽ ഇന്ന് രാത്രി ഞാൻ പറയാം, വാഗ്ദത്തമുള്ളവർ ആമീൻ ശത്രുവിന്റെ പാളയത്തിൽ പോകുന്നു. ആ ഞാങ്ങണയുടെ പെട്ടകത്തിൽ കിടക്കുന്ന കുഞ്ഞാരെന്നറിയാമോ? ആമീൻ ഒരു വാഗ്ദത്ത സന്തതിയാണ്. ആരോട് പറഞ്ഞ വാഗ്ദത്തമാ? വല്യപ്പച്ചനായ അബ്രഹാമിനോട് ഒരിക്കൽ ദൈവാത്മ പറഞ്ഞ 4-ാം തലമുറ ആമീൻ അന്യദേശത്ത് 430 വർഷം താമസിക്കും. അവൻ പരദേശിയായി പ്രവാസിയായി അന്യദേശത്ത് പാർക്കും. എന്നാൽ 4-ാം തലമുറ ഞാൻ മടക്കിക്കൊണ്ടുവരൂ. അങ്ങനെയെങ്കിൽ ഈ ഞാങ്ങണയുടെ പെട്ടകത്തിൽ കിടക്കുന്ന കുഞ്ഞാരെന്നറിയാമോ? ഒരു വാഗ്ദത്ത സന്തതിയാണ്. അവൻ പുറത്തു വന്നെങ്കിൽ മാത്രമേ, അവൻ വളർന്നെങ്കിൽ മാത്രമേ, അവൻ ജീവിച്ചെങ്കിൽ മാത്രമേ അവൻ ഒരു കൂട്ടം ജനത്തെ പുറത്തു കൊണ്ടുവരാൻ കഴിയും. രാത്രി പറഞ്ഞിട്ട് അവനെയാണ് തകർത്ത് കളയുവാൻ ശത്രു പദ്ധതി. ഇന്ന് രാത്രി വാഗ്ദത്തമുള്ള തലമുറയെ അവൻ ഞാങ്ങണയുടെ പെട്ടകത്തിനകത്ത് കയറിയ ദൈവവൈതലേ, നിന്നെ തകർക്കാൻ ഒരു ശക്തിക്ക് പറ്റത്തില്ല. നിന്നെ ഇല്ലായ്മ ചെയ്യാൻ ഒരു പറവോന്റെ ശക്തിക്ക് പറ്റത്തില്ല. കാരണം നീ ഒരു ഞാങ്ങണയുടെ പെട്ടകത്തിനകത്ത്. രാത്രി ആ
പെട്ടകത്തിൽ കിടക്കുന്ന കുഞ്ഞ്, സ്തോത്രം, എന്നെ ഞാൻ ചിന്തിച്ചപ്പോൾ മനസ്സിലാക്കി സത്യത്തില് സ്തോത്രം ആ മോശമാണ് സാഹചര്യം. ഫറവോന്റെ ആൺതലമുറയെ മുഴുവൻ കൊന്നു കളയണം. ഏത് ആൺതലമുറ? ഇസ്രായേൽ ആൺതലമുറ. എന്നാൽ അങ്ങനെ ഒരു കുഞ്ഞ്, സ്വന്തം മോള് ആ കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോയി. ആ പെട്ടകം അവന് വേണ്ടി ആ പെങ്ങൾ ഒരുക്കി, ഒരു ഞാങ്ങണയുടെ പെട്ടകം ഒരുക്കി. അതിനകത്ത് ആ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ, അവനാരും ഒന്നും ചെയ്യാതിരിക്കാൻ ഒരു സംരക്ഷണ വലയം ദൈവം മോശക്കുഞ്ഞിന് വേണ്ടി സ്വന്തം പെണ്ണിൽ കൂടെ ഒരുക്കിയെങ്കിൽ ഇന്ന് രാത്രി പറയാം, ഞാങ്ങണയുടെ പെട്ടകം ഒരു സംരക്ഷണ പെട്ടകം. എത്ര പേർക്ക് ഇന്ന് രാത്രി മനസ്സിലാകുന്നുണ്ട്? നിന്നെ സംരക്ഷിക്കുന്ന പെട്ടകമാണ് ഞാങ്ങണയുടെ പെട്ടകം. മൂന്നാമത്തെ പെട്ടകത്തിലേക്ക് വരട്ടെ. മൂന്നാമത്തെ പെട്ടകമാണ് നമ്മൾ ചിന്തിച്ചത്. എന്താണ് പെട്ടകം? ശ്രദ്ധിക്കുക. ആ പെട്ടകത്തിൽ സ്തോത്രം ചിലതിനകത്തുണ്ട്. ആ പെട്ടകത്തിൽ നമുക്കറിയാം, ആ പെട്ടകം അഭിനാദാവിന്റെ വീട്ടിലെ 20 വർഷം അല്ലേ? അഭിനാദാവിന്റെ വീട്ടിൽ ഈ പെട്ടകം എന്തിരുന്ന വാസ്തവത്തിൽ യെരൂശലേമിൽ ഇസ്രായേൽ ജനത്തിന്റെ നടുവിൽ, ദൈവജനത്തിന്റെ നടുവിൽ പെട്ടകം. എന്നാൽ ആര് മുഖാന്തരം പോയി? ഒരപ്പന്റെ കണ്ണടഞ്ഞത് കൊണ്ട് തലമുറ അത് നശിപ്പിച്ചു. ഞാൻ രാത്രി ഒരു കാര്യം പറയാം. ആമേൻ. ഏലിയുടെ ആയുസ് എത്ര അറിയാമോ? ഏലിക്ക് 98 വയസ്സുള്ളപ്പോൾ അവിടെ ഇങ്ങനെ വായിക്കുന്നു, അവന്റെ കണ്ണു മങ്ങി. ഏലി 98 വയസ്സുള്ളവൻ കണ്ണു മങ്ങിയപ്പോ 4-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യം 1 ശൗമേ നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കുന്നുണ്ട്. ആമി 98 വയസ്സുള്ള ഏലിയുടെ കണ്ണു മങ്ങിയപ്പോ അവന്റെ തലമുറ വഴിപ്പെട്ടുപോയി. എന്നാൽ ആവർത്തന പുസ്തകം 34-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം വായിക്കുമ്പോൾ 120 വയസ്സുള്ള മോശയുടെ കണ്ണു മങ്ങിയില്ല. എത്ര പേർക്ക് രാത്രി മനസ്സിലാകുന്നുണ്ട്? 120 വയസ്സുള്ള മോശയുടെ കണ്ണ് മങ്ങാത്തത് കൊണ്ട് 29-ാം അധ്യായം 33-29-ാം വാക്യം ആവർത്തന പുസ്തകം പഠിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നു, ഇസ്രായേലേ നീ ഭാഗ്യവാൻ, നിനക്ക് തുല്യനാ യഹോവയാൽ രക്ഷിക്കപ്പെട്ടവനെ. ഇന്ന് രാത്രി ഞാൻ ഒരു കാര്യം പറയാം. അപ്പ അമ്മ, നിന്റെ കണ്ണ് മങ്ങിയാൽ നിന്റെ തലമുറയിൽ നിന്ന് ഈ പെട്ടകം നഷ്ടപ്പെടൂ. ഇന്ന് രാത്രി മഹത്വം നഷ്ടപ്പെടൂ. എന്നാൽ കണ്ണു മങ്ങാത്ത ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ നിന്റെ തലമുറ ഭാഗ്യവാനാണ്. ഞാൻ നിങ്ങളോട് സത്യം പറയാം, ഇന്നത്തെ തലമുറയുടെ പരാജയത്തിന്റെ കാരണം അവർ അപ്പനും അമ്മമാരും. ഞാൻ ഉച്ചയ്ക്ക് പ്രസംഗിച്ചത്, അവര് കൈയടിക്കത്തില്ല, അവരന്യഭാഷ പറയത്തില്ല, അവർ പാട്ട് പാടത്തില്ല, അവരാരാധിക്കത്തില്ല, അവരുടെ കൊച്ചുമക്കൾ പാടണം. ഇത് ദൈവവചനത്തിന്റെ പ്രമാണമല്ല. ഞാൻ ഒരിക്കൽ കൂടെ പറയാം, വേദപുസ്തകം ഒരു കൈമാറ്റ ശുശ്രൂഷയാണ്. അവൻ വിതയ്ക്കുന്നത് കൊയ്യും, വിതയ്ക്കുന്നത് കൊയ്യും. നീ നെല്ല് വിതച്ചാൽ ഗോതമ്പ് കൊയ്യുമോ? കൊയ്യും. സ്തോത്രം. നെല്ല് വിതച്ചാൽ നെല്ല് കൊയ്യത്തുള്ളൂ. ഗോതമ്പ് വിതച്ചാൽ ഗോതമ്പ് കൊയ്യത്തുള്ളൂ. ഉറങ്ങുന്ന മാതാവ്, ഉറങ്ങുന്ന പിതാവ്, നിന്റെ തലമുറ എങ്ങനെ ഉറങ്ങാതിരിക്കോ? അസത്യമായിട്ടിരിക്കുന്ന വിശ്വാസി, നിന്റെ തലമുറ എങ്ങനെ അസത്യമായിട്ടിരിക്കാതിരിക്കും? ഞാൻ ഉച്ചയ്ക്ക് പറഞ്ഞ ഒരു ഒന്നുകൂടെ പറയാം. യാഗം കഴിക്കുന്ന അബ്രഹാമിനെ നോക്കി മകൻ ഒരു കാര്യം മനസ്സിലായി. അപ്പ കത്തിയുണ്ട്, വിറകുണ്ട്, തീയുണ്ട്, യാഗമൃഗം എവിടെയെന്ന് ഒരു മകൻ ചോദിക്കണമെങ്കിൽ, ആരാധനയുടെ കുറവ് കണ്ടുപിടിക്കണമെങ്കിൽ അപ്പന്റെ ആരാധന തലമുറയ്ക്ക് അറിയാമായിരുന്നു. ഇന്ന് മകനെ വിളിച്ചു പറയാ, പിതാവേ മാതാവേ, നിന്റെ അഭിഷേകം, നിന്റെ ആത്മീയം നിന്റെ തലമുറ എന്ന് കാണട്ടെ. Hallelujah.
സത്യത്തിൽ ആരാധനയ്ക്ക് എന്തൊക്കെ വേണമെന്ന് കാണിച്ചു കൊടുക്കുന്ന തലമുറ. അത് പാസ്റ്ററല്ല കാണിച്ചു കൊടുക്കേണ്ടത്, അത് മാതാപിതാക്കളെ കാണിച്ചു കൊടുക്കേണ്ടത്. ഇന്ന് രാത്രി പാട്ടുണ്ടെന്നും ആരാധനയുണ്ടെന്നും അന്യഭാഷയുണ്ടെന്നും അഭിഷേകമുണ്ടെന്നും ഒക്കെ പറഞ്ഞു കൊടുക്കേണ്ടതല്ല, കാണിച്ചു കൊടുക്കേണ്ടത്, അനുഭവത്തിൽ നിന്ന് പറഞ്ഞു കൊടുക്കേണ്ടത് മാതാപിതാക്കളാണ്. വാദമൊക്കാത്ത വിശ്വാസിയുടെ മക്കളെ അന്യഭാഷ പറയാൻ പോകുന്നത്, കൈയടിക്കാത്ത വിശ്വാസിയുടെ മക്കളെ ഇവിടെ പാടാൻ പോകുന്നത്. ഈ രാത്രി ഞാൻ പറയാം, ഇതെല്ലാം നിൽക്കാൻ സമയമായി. ഇതെല്ലാം നിൽക്കാൻ സമയമായി. കർത്താവ് വരാൻ സമയമായി. അതുകൊണ്ട് നഷ്ടപ്പെട്ടു പോകരുത്. ഹല്ലേലൂയ. കർത്താവ് ശ്രദ്ധിക്കണേ. ഈ പെട്ടകം കൊണ്ടുവരാൻ വേണ്ടി 6-ാം അധ്യായം അവൻ പോയി. അവൻ രാജാവ്. അവൻ നോക്കിയപ്പോൾ ഞാൻ കീബോർഡിന്റെ കാര്യമൊക്കെ പറഞ്ഞത് ആ ഭാഗം ചിന്തിക്കുന്നു. ഇവനൊരു കണക്കൂട്ട്. ദാവീദ് രാജാവായി പോയി നഷ്ടപ്പെട്ട പെട്ടകം മടക്കി കൊണ്ടുവരും. പെട്ടെന്ന് നിർത്താൻ പോകുന്ന പോലെ വേറെ ഒത്തിരി കിട്ടും. അപ്പം അവൻ കണക്കൂട്ട്. എന്താ കണക്കൂട്ട്? ആദ്യം അവൻ കണക്കൂട്ട് ഒരു പുതിയ വണ്ടി ഉണ്ടാക്കും. ഉണ്ടാക്കും അല്ലേ? ഒരു പുതിയ വണ്ടി. ബന്ധക്കോസുകാരുടെ ആലയോ ഒന്നിനൊന്നിനൊക്കെ പുതുക്കുക അല്ലേ? കയ്യടി ഇല്ലെങ്കിലും, അന്യഭാഷ ഇല്ലെങ്കിലും, ആരാധന ഇല്ലെങ്കിലും, അഭിഷേകം ഇല്ലെങ്കിലും ഓടുന്നൊരു കുഴപ്പം. ചില വിശ്വാസികളൊക്കെ, ചില കമ്മിറ്റിക്കാർ, ചില സഭയുടെ സെക്രട്ടറിമാരൊക്കെ ഇങ്ങോട്ട് വന്നാൽ മതി. അവരിരുന്നപ്പോ ഏതാണ്ട് ചെയ്തെന്ന് കാണിക്കാൻ വേണ്ടി അവർ കുറെ പൈസ ഉണ്ടാക്കി വസ്തുക്കൾ മേടിക്കുന്നു, കട്ടള മാറ്റി വെക്കുന്നു, ഡോറ് പണിയുന്നു. ഞാനുള്ളപ്പോ ഇതെല്ലാം ഉണ്ടാക്കി. ചിലവർക്ക് ഒരു കൺവെൻഷൻ നടത്താൻ 10 ദിവസം മുടക്കത്തില്ല, ഒരു ഉപവാസ പ്രാർത്ഥനയ്ക്ക് 10 ദിവസം മുടക്കത്തില്ല, അവൻ സഭയുടെ ആത്മീയ കാര്യത്തിൽ ഒറ്റ പൈസ മുടക്കത്തില്ല. എന്നാൽ ചിലവർക്ക് എത്ര വേളയിൽ സഭയ്ക്ക് കൊടുക്കും. ഓട് പണിയാനും, ഷട്ടർ പണിയാനും, ഡോറ് പണിയാനും, ലൈറ്റ് മേടിച്ചിടാനൊക്കെ എത്ര വേണം. ഞാൻ ഇന്ന് രാത്രി പറയാം, നിന്റെ ഡോർ ഇവിടെ കിടക്കും, നിന്റെ ഫാൻ ഇവിടെ കറങ്ങിക്കൊണ്ടിരിക്കും. ഇന്ന് രാത്രി നിന്റെ പേരെഴുതി വെച്ചു, അത് ഇവിടെ കിടന്നുകൊണ്ട്. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഒരു കാര്യം പറയാം, പുതിയ വണ്ടിയല്ല നമുക്ക് വേണ്ടത്, പ്രമാണമാണ് വേണ്ടത്. മനസ്സിലാകുന്നുണ്ടോ? ഇന്ന് രാത്രി പുതിയ വണ്ടിയല്ല വേണ്ടത്. അതുകൊണ്ടാണ് ദൈവം യഹോവയെ ഭയപ്പെട്ടു. അന്ന് ദാവീദ് യഹോവയെ ഭയപ്പെട്ടു. എന്താ ഭയപ്പെടാൻ കാരണം? ശ്രദ്ധിക്കുക, അവന്റെ ചിന്താഗതികളെല്ലാം മാറി. ഒന്ന്, പുതിയൊരു വണ്ടിയാണ്. മനസ്സിലായി? ഇന്ന് ബന്ധക്കോസുകാർ ചെയ്യുന്ന പരിപാടി പുതിയ വണ്ടി എന്ന് പറഞ്ഞാൽ എല്ലാം പുതുക്കാം. ആരാധന ആദ്യമുണ്ട്. ഓക്കെ. രണ്ടാമത്തേത് കുറെ വാദ്യോപകരണങ്ങളെല്ലാം ഇല്ലേ? 6-ാം അധ്യായത്തില് ഉള്ള ഉപകരണങ്ങളെല്ലാം എന്ത് ചെയ്തു? പറ. ചെണ്ട, മേളം, ഗിത്താർ, ഓർഗൻ എല്ലാം മേടിച്ചു വെച്ചു. എല്ലാം. അപ്പൊ ദാവീദ് വിചാരിച്ചു, പെട്ടെന്ന് കൊണ്ടുവരണമെങ്കിൽ എങ്ങനെ വേണം? കുറെ ശബ്ദങ്ങളൊക്കെ വേണം. ഇത് മൂന്നാമത് ജനം. എത്ര പേരെ കുട്ടിയെന്നൊക്കെയാണ്? 30,000 പേര് ജനത്തെ കൂട്ടി. ചില വിശാഖ പറഞ്ഞില്ലേ, ഒരെല്ലാം വിളിക്കും, നാട്ടുകാരുടെ ഇവന് ജീവിതത്തിൽ കൈവയ്ക്കുന്നത്. ഒറ്റ പ്രാർത്ഥനയ്ക്ക് വരേണ്ട വിശ്വാസം പറഞ്ഞ ലോകത്തിൽ മൊത്തം വരട്ടെ, തെക്കൊന്ന് വരട്ടെ, വടക്കൊന്നും പടിഞ്ഞാറോട്ട് വരട്ടെ. അവൻ ഒറ്റ പ്രാർത്ഥനയ്ക്ക് വരാത്ത, ആത്മാർത്ഥമായി ഒന്ന് ആരാധിക്കാത്ത വിശ്വാസിയെ പറയുന്നത് തെക്കൊന്ന് വരട്ടെ, വടക്കൊന്ന് വരട്ടെ, പടിഞ്ഞാറ് ഒരു തെക്കും വരാൻ പോകും. അപ്പൊ അങ്ങനെ 30,000 പേരെ കൂട്ടി. അപ്പൊ ഇവന്റെ കണക്കൂട്ടല. ഇങ്ങനെ വേണം പട്ടം കൊണ്ടുവരുടെ ചിന്ത ദാവീദിന്റെ. ദാവീദിന്റെ ചിന്ത, ഈ ചിന്ത അല്ല ഇന്ന് രാത്രി മാറ്റണം. അവൻ ആളിനെ കൂട്ടുന്ന പരിപാടി അല്ല ആത്മീകം. ദൈവസഭ എന്ന് പറയുന്നത്, ശ്രദ്ധിക്കുന്ന ദൈവമക്കളെ, കുറെ ശബ്ദങ്ങളല്ല ദൈവസഭയുടെ വിഷയം. അവൻ ഒരു പുതിയ വണ്ടി വെച്ച് ഒരു പുതിയ ഹോൾ വെക്കുന്നതല്ല ദൈവസഭയുടെ അനുഗ്രഹം എന്ന് പറയുന്നത്. ഇതെല്ലാമായിട്ട് ഇങ്ങോട്ട് വരിക. ഇങ്ങോട്ട് വന്ന സമയത്ത് എന്തെങ്കിലും അറിയാമോ? കാള വരും.
കാളയുടെ കുഴപ്പമല്ല, കാളയുടെ സ്വഭാവത്തിൽ. കാളയുടെ സ്വഭാവം തീറ്റി കണ്ടും മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അതിന് ഞാൻ അർത്ഥം പറയുന്ന സമയം വിശ്വാസത്തിൽ വന്നത് ഇങ്ങനെയൊക്കെ ഉള്ളത് കാണാനാണ്. ചിലത് കാണുമ്പോൾ ഭൗതിക വീട് വേണം, ജോലി വേണം, മക്കൾ അമേരിക്കയിൽ പോകണം, ഗൾഫിൽ പോകണം, നല്ല സാരി വേണം. ഭൗതികത്തിന് വന്നവരൊക്കെ ഉണ്ടല്ലോ, ഭൗതികം കാണുമ്പോൾ ചാടിക്കും. മനസ്സിലായോ? സ്വത്രം അത് കിട്ടിയില്ലെങ്കിൽ അവരുടെ പാട്ടിനത്. അതാണ് അവരുടെ വിശ്വാസം. ഓക്കെ, പറയാം. അപ്പൊ ഇവിടെ ഒരു മരണം സംഭവിച്ചു. അപ്പൊ അടുത്ത കാര്യം, പുതിയ വണ്ടി വന്നു, ആളുകളെ കൂട്ടി, വാദ്യഘോഷങ്ങളെല്ലാം വന്നു. എല്ലാം വന്നപ്പോ അഭിനാഥാവ് കൊണ്ട് ഇറങ്ങി എന്ന് പറഞ്ഞു. ഒരു കാര്യം, പെട്ടകം കൊണ്ടുവന്ന ആളാണ്. എന്റെ വീട്ടിലാ 20 വർഷം പെട്ടകം വരുന്നത്. പറഞ്ഞില്ലേ, എന്റെ വീട്ടിൽ ആരാധന തുടങ്ങിയേ, എന്റെ വീട്ടിലാ പ്രാർത്ഥന തുടങ്ങിയേ. അതുകൊണ്ട് എന്റെ മോനായിരിക്കണം സഭയുടെ സെക്രട്ടറി. പെട്ടെന്ന് കൊണ്ട് തുടങ്ങി എന്റെ മക്കൾ മുമ്പിരിക്കാൻ. മനസ്സിലാവുന്നില്ല? ഇന്ന് രാത്രി ആത്മാവില്ലാത്ത ഒറ്റ ഒരുത്തരും, പ്രമാണമില്ലാത്ത ഒറ്റ ഒരുത്തരും സഭയുടെ മുമ്പിരിക്കരുത്. തലമുറ നശിച്ചു പോകും. പുസ്തകം 15-ാം അധ്യായം 3-ാം വാക്യം വായിക്കുമ്പോൾ ഈ പെട്ടകം ചുമക്കേണ്ടത്, പെട്ടകം കൊണ്ടുവരേണ്ട പ്രമാണം ദൈവം കൊടുത്തിട്ടുണ്ട്. പെട്ടകം കൊണ്ടുവരേണ്ടത് പുതിയ വണ്ടിയിലല്ല. അവൻ പെട്ടകം കൊണ്ടുവരേണ്ടത് അഭിനാഥാവേ നിന്റെ മക്കളല്ല. പെട്ടകം ചുമക്കാൻ ഒരു ഗോത്രത്തെ ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇന്ന് രാത്രി എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ആ ഗോത്രം ഏതാണെന്നറിയാമോ? ആ ഗോത്രമാ ലേവി ഗോത്ര. പെട്ടകം കൊണ്ടുവരാൻ ദൈവം ആമേൻ ക്രൈസ്തവർ ഒരുക്കിയ ഒരു ഗോത്രമുണ്ട്. ആ ഗോത്രമാണ് ലേവി ഗോത്രം. ഞാൻ ഇന്ന് രാത്രി പറയാം, ആ ലേവി ഗോത്രം ചുമ്മാതെ കിട്ടിയതല്ല, ഒരമ്മ വില കൊടുത്തത്. ഈ ലേവി ഗോത്രത്തെ ചുമ്മാതല്ല ദൈവം ഇങ്ങോട്ട് കൊടുത്തത്. റാഹേലിനെ യാക്കോബ് സ്നേഹിച്ചപ്പോൾ യഹോവ അനിഷ്ട എന്ന് കണ്ടു. യാക്കോബിന് അല്പം പോലും സ്നേഹമില്ലെങ്കിലും, അല്പം പോലും കരുണയില്ലെങ്കിലും സ്വർഗ്ഗമിനെ കാണാനിടയായി. നിന്റെ ഭർത്താവ് സ്നേഹിച്ചില്ലെങ്കിലും നിന്നെ സ്നേഹിക്കുന്ന ഒരുത്തൻ ഉയരത്തിലുണ്ട്. ഒരു വില കൊടുത്ത അമ്മയുണ്ടെങ്കിൽ ഒരു തലമുറയുണ്ട്. ഞാൻ അവനൊക്കെ ഒത്തിരി എനിക്ക് പ്രസംഗിക്കണം. പിന്നെ അടുത്ത പറയാം. ദൈവം മോശ സീനായി മലയിൽ ശ്രദ്ധിക്കണേ, സീനായുടെ മല പ്രമാണം മേടിച്ചോണ്ട് അവിടെ മേടിച്ചോണ്ട് ഇറങ്ങി വന്നപ്പോ താഴ്വരയിൽ ഒരു ശബ്ദം കേട്ടു. പുറപ്പാട് പുസ്തകം 32-ാം അധ്യായം 17-ാം വാക്യം. എന്ത് ശബ്ദം? ഞാൻ അതിൽ പറഞ്ഞ പദമാണ് ബെന്തക്കോസുകാരുടെ ശബ്ദം. എന്ത് ശബ്ദം? ബെന്തക്കോസുകാരുടെ ശബ്ദം. ഇന്നത്തെ ബെന്തക്കോസുകാരുടെ ശബ്ദം എന്തുവാ? 17-ാം വാക്യത്തോട് ജയിച്ച് ആർത്ത് വിളിക്കുന്ന ഘോഷം അല്ല. അപ്പൊ ജയമില്ല. അടുത്തത് തോറ്റ് നിലവിളിക്കുന്നവരുടെ നിലവിളിയുമല്ല. കേട്ടോ, ബെന്തക്കോസുകാരുടെ ആരാധനയില്ല. ജയവുമില്ല, പറ ജയവുമില്ല. കണ്ടിട്ടില്ലേ? ചിലർ ആരാധന ഒന്ന് പിടിച്ച് ആരാധിക്കുമ്പോ വിടുന്നെന്ന് പറഞ്ഞ് പാടിയ വിശ്വാസിയാ. ഒന്ന് പിടിച്ച് അങ്ങനല്ല. ആരാധന കഴിയുമ്പോൾ ഒരു ജയം വന്നതുപോലെ പോകുന്നതിനാണ് ആരാധനയ്ക്ക് ജയവും ഇല്ല. ഇന്ന് രാത്രി നീ വന്നതുപോലെ അല്ല നീ മടങ്ങിപ്പോകേണ്ടത്. ഒരു കാര്യം പറഞ്ഞു. ഈ ഉപവാസ പ്രാർത്ഥന കഴിയുന്ന ഞായറാഴ്ച ഞങ്ങളൊക്കെ ഒത്തിരി വെക്കുന്ന അവിടെ പറയുന്നത് ഈ സഭായോഗത്തിന് സാക്ഷിക്കേണ്ടത് ശ്രദ്ധിച്ചോട്ടോ. സഭായോഗത്തിന് സാക്ഷിക്കുന്നത് ഈ ഉപവാസ പ്രാർത്ഥന ഭയങ്കര ഞാൻ നിങ്ങളോട് തുറന്നു. ഈ ഉപവാസ പ്രാർത്ഥനയുടെ അനുഗ്രഹത്തിന്റെ ലക്ഷണം ഞാൻ പറയാം. ഒന്ന്,
ഈ ഉപവാസ പ്രാർത്ഥന ആരംഭിക്കുന്നതിന് മുമ്പ് നീ കൈ അടിച്ചിട്ടില്ലെങ്കിൽ ഉപവാസ പ്രാർത്ഥന കഴിയുമ്പോൾ നീ കൈ അടിക്കാത്തതാണ്. ഉപവാസ പ്രാർത്ഥനയ്ക്ക് മുമ്പ് നീ ഉറങ്ങുന്ന വിശ്വാസി ആരാധനയ്ക്കെങ്കിൽ ഉപവാസ പ്രാർത്ഥന കഴിയുമ്പോൾ നീ ഉറക്കം മാറ്റണം. ആരാധന നീ അസംതയായിട്ടിരിക്കരുത്. അവന് ആ ഉപവാസ പ്രാർത്ഥന തുടങ്ങുന്നതിന് മുമ്പ് നീ താമസിച്ച വന്ന വിശ്വാസിയാണെങ്കിൽ ആരാധനയ്ക്ക് ഈ ഉപവാസ പ്രാർത്ഥന കഴിയുമ്പോൾ ആരാധനയ്ക്ക് നേതൃത്വം വരണം. നീ ഉപവാസ പ്രാർത്ഥന ആരംഭിക്കുന്നതിന് മുമ്പ് നീ കർത്താവിന്റെ വേലയ്ക്ക് കൊടുക്കാത്ത വിശ്വാസിയാണെങ്കിൽ ഉപവാസ പ്രാർത്ഥന കഴിയുമ്പോൾ നീ കർത്താവിന് വേണ്ടി കൊടുക്കാത്തത് കേട്ടോ. ഇന്ന് രാത്രി പറയാം, ഉപവാസത്തിന് മുമ്പുള്ള പല കുറവുകളും പല പോരായ്മകളും ഇന്ന് രാത്രി അവൻ മാറ്റിയെടുക്കാൻ കഴിയുന്നത് അതാണ് അനുഗ്രഹം എന്ന് പറയുന്നത്. ഈ ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞ് ജയം വേണമെന്ന് എത്രപ്പറ്റി സന്തോഷമുണ്ട്. എനിക്കൊരു ജയം വേണം. എന്ത് ജയമാണ് വേണ്ടിയത്? നിന്റെ കൈകടിക്കൊരു മാറ്റം വേണം, നിന്റെ പ്രാർത്ഥനയ്ക്കൊരു മാറ്റം വേണം, നിന്റെ പാട്ടിനൊരു മാറ്റം വരണം, ആരാധനയ്ക്ക് വരുന്നതിനൊരു മാറ്റം വരണം. നീ കൂട്ടായ്മ മുടക്കുന്നെങ്കിൽ ഇനി കൂട്ടായ്മ മുടക്കരുത്. ജീവിതത്തിൽ ഒരു മാറ്റം വരണം. അതാണ് അനുഗ്രഹം എന്ന് പറയുന്നത്. അപ്പൊ മോശ മുകളിൽ നിന്ന് ആ പ്രമാണമായി ഇറങ്ങി. ഞാൻ ഇവിടെ പറയുന്നു വാസ്തവത്തിൽ വിശ്വാസികളെ ഞാൻ ഇവിടെ പറയാം. ഈ മോശ പ്രമാണമായി ഇറങ്ങി വന്നത് താഴ്വരയിൽ ഒരു കാളക്കുട്ടി ആരാധിക്കും. ആണോ? ആണ്. സത്യങ്ങൾ ചെയ്ത് തെറ്റല്ലേ? തെറ്റാണ്. എന്നാൽ അവർ തെറ്റ് ചെയ്തതുകൊണ്ട് മോശയ്ക്ക് എന്ത് സംഭവിച്ചില്ല? മോശയ്ക്ക് ദൈവം കൊടുത്ത കൽപ്പനകൾ ഉടച്ചു. അവൻ കോപിച്ചു, കൽപ്പന ഉടച്ചു. അതുകൊണ്ട് എന്ത് പറ്റി? അത് ദൈവം അനുഗ്രഹ തടസ്സമായി. ഞാൻ ഇന്ന് രാത്രി അത് കുറച്ചുകൂടി വിവരിക്കുന്ന സമയമില്ലാത്തത് ഞാൻ ഒരു കാര്യം പറയാം. വളരെ ശ്രദ്ധിക്കുക. ആരെങ്കിലും എങ്ങനെയെങ്കിലും ഒക്കെ ജീവിക്കുന്നു പറഞ്ഞ് നീ കോപിക്കും, നിന്റെ കൃപ കളയരുത്. മനസ്സിലായില്ല? നിന്റെ പ്രമാണം ഉറച്ചു കളയരുത്. നീ ചെയ്യുന്നത് തെറ്റായിരിക്കും. ചില ശാസ്ത്രങ്ങളുണ്ട്. ഞാൻ തുറന്നു പറയും, നിങ്ങളായി വന്ന് തുറന്നു പറയും, ഞാൻ ഏതിനും പ്രതികരിക്കും. മന്ദത്തിന് നിന്നോട് പ്രതികരിക്കാൻ ആരോ? എടാ, അവരെന്തെങ്കിലും കാണിച്ചപ്പോൾ അവർ വീടി വലിക്കുകയോ സിഗരറ്റ് വലിക്കുകയോ വേറെ സ്നേഹബന്ധത്തിൽ പോവോ എന്ത് വെച്ചിട്ട് നീ കോപിക്കരുത്. നിന്റെ പ്രമാണം നശിപ്പിക്കരുത്, നിന്റെ പ്രാർത്ഥന നഷ്ടപ്പെടുത്തരുത്. എത്ര പേർക്ക് രാത്രി മനസ്സിലാകുന്നുണ്ട്? നിനക്ക് പറയാനുള്ളതല്ല സഭ. അവൻ നീ പ്രതികരിക്കാൻ പോകേണ്ട, പ്രതികരിക്കേണ്ട ഒരുത്തൻ ഉയരത്തിലുണ്ട്. ഇന്ന് രാത്രി ദൈവസഭയോട് പറയാം, സഭയിൽ എന്തെങ്കിലും കുറ്റങ്ങളോ കുറവുകൾ കണ്ടാൽ നീ പ്രതികരിക്കരുത്. നീ അല്ല പ്രതികരിക്കേണ്ടത്. പ്രതികരിക്കേണ്ട ഒരുത്തൻ ഉയരത്തിലുണ്ട്. നീ പോയി കുത്തി ഇരുന്ന് പ്രാർത്ഥിക്കണം. പോയി കുത്തി ഇരുന്ന് കാലത്ത് പ്രാർത്ഥിക്കണം. അതാ ദൈവം നമ്മളെ പഠിപ്പിക്കുന്നത്. ഒരു കാര്യം പറയാം, നമ്മൾ പ്രതികരിക്കരുത്, മൗനം പാലിക്കണം. പോയി കുത്തിയിരുന്ന് പ്രാർത്ഥിക്കണം. കർത്താവേ, എന്റെ സഭയിൽ ആ വ്യക്തിയെ മനസ്സപ്പെടുത്തണം. എനിക്ക് ചോദിക്കാൻ അധികാരമില്ല. ഞാൻ അതുകൊണ്ട് പലപ്പോഴും ദൈവസഭയിൽ ഞാൻ ചിരിച്ചോണ്ടിരിക്കും. ആരെല്ലാം തല്ലിയാലും എന്തെല്ലാം വഴക്ക് നടന്നാലും പാസ്റ്റർ നമ്മൾ ഇടപെടരുത്. നമ്മൾ ചിരിച്ചോണ്ടിരിക്കണം. അവരെ തല്ലിപ്പിരിക്കട്ടെ. സ്വന്തം എന്താണെന്നറിയാം, നമുക്ക് പറയാൻ അധികാരമില്ല. നമ്മുടെ കൃപ ഒരിക്കലും നശിപ്പിക്കരുത്. മനസ്സിലാവുന്നത് പ്രമാണമാണ് പറയുന്നത്. ശ്രദ്ധിക്കണം. അപ്പൊ ഈ മോശ ഇറങ്ങിത്തിരുന്ന സമയത്ത് ഈ സഭയിലൊക്കെ വിശ്വാസം പറയും, ഈ പാസ്റ്ററിന് കഴിവില്ല, പാസ്റ്ററിന് പിടിക്കില്ല, പാസ്റ്റർ പ്രതികരിക്കത്തില്ല. ദൈവത്തെ ഓർത്ത് പ്രതികരിക്കരുത്. അവരെല്ലാം ഒറ്റക്കെട്ട, നമ്മൾ ഒറ്റപ്പെടും. ഞാൻ എപ്പോഴും പറയും. ഇപ്പൊ ഒരു സഹോദരൻ വീട് വന്ന് പറഞ്ഞു, പാസ്റ്റർ കാര്യം കേട്ടോ, ഇത് തങ്കച്ചായ വീടി കളിക്കുന്ന
എന്നിട്ട് ആ വീഡിയോ വച്ചിരിക്കുന്നത് കണ്ട ഈ സഹോദരൻ പാസ്റ്ററോട് പറയാ, പാസ്റ്റർ ശരിക്കും കൊടുത്തോളൂ. എന്നിട്ട് നമ്മളിങ്ങനെ സമാജത്തിൽ ഇരിക്കുക. എന്നിട്ട് ഈ പറഞ്ഞ അച്ചാനും തങ്കച്ചാനുകളെ കെട്ടിപ്പിടിച്ച് വരുന്നത്. മനസ്സിലായോ? കെട്ടിപ്പിടിച്ച വരുന്നത്. എന്നിട്ട് പാവം നമ്മൾ എന്ത് ചെയ്തു? തകർത്തോളാൻ മിണ്ടിപ്പോകുന്നത്. നമ്മുടെ തടി കാണാൻ, നമ്മൾ കോപിച്ചാൽ, നമ്മൾ ദേഷ്യപ്പെട്ടാൽ, നമ്മളെ പ്രമാണം കുറച്ചാൽ, ഞാൻ ഇന്ന് രാത്രി പറയാം, വഴക്കുണ്ടാക്കുന്നതല്ല സഭ, ആരെ കുറ്റം പറയുന്നതല്ല. രാത്രി ആത്മാവിന്റെ സ്ഥലമല്ല ദൈവസഭ. ഇത് വിശുദ്ധന്മാരുടെ സ്ഥലമല്ല ദൈവസഭ. ഇത് വിശുദ്ധന്മാരുടെ സ്ഥലമാണ് ദൈവസഭ. അവരെ കൈകാര്യം ചെയ്യേണ്ടവർ ഇവിടെ ഉണ്ട്. അത് പാസ്റ്ററും കമ്മിറ്റിയുമല്ല. ഉയരത്തിലെ ഒരു ദൈവമുണ്ട്. അവൻ കൈകാര്യം ചെയ്തു. ഈ മോശയിലോട്ട് ഇറങ്ങി താഴ്വരയിലും കാളക്കുട്ടിയായിരുന്നു. അപ്പൊ അവിടെ ഒരു സംഭവം നമുക്ക് ശ്രദ്ധിക്കണം. 11 ഗോത്രവും കാളക്കുട്ടി ആരാധിക്കുക. 11 ഗോത്രവും കാളക്കുട്ടി. ഒരു ഗോത്രം മാറി നിൽക്കുക. ഏത് ഗോത്രം? പറ. ദേവി ഗോത്രം മാറി നിൽക്കുക. അപ്പൊ ഇവര് വന്നിട്ട് പറയും, നിനക്ക് മാത്രം വിശുദ്ധി, നിനക്ക് മാത്രം ദൈവഭയം, നിനക്ക് മാത്രം. അതിൽ എന്തെല്ലാം പറഞ്ഞു അറിയില്ലേ? ഒരു ഗോത്രം മാറി നിൽക്കുക. അപ്പൊ 11 ഗോത്രം ഇവിടെ നിൽക്കുക. കാളക്കുട്ടിയെ നമ്മൾ ഏത് കൂട്ടത്തിരിക്കും? ഭൂരിപക്ഷം കൊടുത്തിരിക്കും. സത്യം പറഞ്ഞാൽ വിഷു നമ്മളെല്ലാം ഭൂരിപക്ഷം കൊടുത്തിരിക്കും. നമ്മളെന്ന് പറയുന്നത് ഞാൻ മഴ കൊടുക്കുന്നത്, അവരെല്ലാം ഭയങ്കര കുടുംബക്കാരൊക്കെ, അവിടെ ഞാൻ ഈ മൗനം തന്നെ അവർക്ക് സപ്പോർട്ടാ. ഞാൻ ഒരു കാര്യം എടുത്തോണ്ട് പറയാം. എന്നാൽ ലേവി ഗോത്രം അങ്ങനെ അവർ മാറി തെറ്റാണെന്ന് അവർ ബോധ്യപ്പെടുത്തി. ഇന്ന് രാത്രി എത്ര പേർക്ക് മനസ്സിലാവും? ഞാൻ നിങ്ങളോട് തോന്നുന്നു, അപ്പനായ അമ്മയായ ദൈവസഭയുടെ വിശുദ്ധിക്ക് മുമ്പിൽ, പ്രമാണത്തിന് മുമ്പിൽ ബന്ധമില്ല. മനസ്സിലായോ? ദൈവസഭയ്ക്ക് ബന്ധമില്ല. ഇന്ന് രാത്രി നിന്റെ തലമുറ, നിന്റെ കുടുംബത്തിൽ ഒരാൾ തെറ്റ് ചെയ്താൽ അത് തെറ്റാണെന്ന് നീ ദൈവസന്നിധിയിൽ വേറിട്ട വ്യക്തിയുമായിട്ട് എന്ത് ചെയ്യണം? മാറി നിൽക്കണം. അവന് മാനസാന്തരത്തിന് സമയം കൊടുക്കണം. എന്നാൽ ഇന്ന് നേരെ തിരിച്ച നമ്മുടെ സഭ, ഞങ്ങൾ ഹോളി വെച്ചു, ഞങ്ങൾ വില കൊടുത്തു, നമ്മൾ പോയി അവരെ ചേർത്ത് പിടിക്കും. പോട്ടെ പാസ്റ്റർ പോട്ടെ. പിന്നെ ആരെങ്കിലും ഒരു പാവം പിടിച്ചവരുണ്ടെങ്കിൽ അവന് പോകാൻ. ഞാനിത് ഒരു കാര്യം ഞാൻ പറയാം. ദൈവസഭയെ ഇന്ന് നിങ്ങളായിരുന്നു ചെയ്യുന്നതല്ല, എനിക്കറിയാം. ഞാനത് പറയുക വചനം പറയുന്നത്, നിങ്ങൾ എളിയവനെ ആദരിക്കുന്നവർ, കുടുംബവും ശ്രേഷ്ഠതയും പിടിപാടും പാരമ്പര്യവും പണക്കാരും ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് തെറ്റ് ചെയ്താലും എല്ലാം മാറിക്കും കേട്ടോ. ദൈവം നീതിയോടെ ഇരിക്കുന്ന ദൈവമുണ്ട്. ദൈവം നീതിയോടെ കൈകാര്യം ചെയ്യുന്ന ദൈവമുണ്ട്. ഞാൻ ഇന്ന് രാത്രി പറയാം, പാപം ചെയ്തവൻ കുറ്റക്കാരൻ തന്നെയാണ്. അവന് ബന്ധമില്ല. മറപിടിക്കരുത്. ശിക്ഷിക്കേണ്ടവരെ ശിക്ഷിക്കണം. ദൈവസഭ തീരുമാനമെടുത്ത് ഒറ്റക്കെട്ടാൻ നിൽക്കണം. ആരെ? ലേവി ഗോത്രം. ലേവി ഗോത്രം മാറി നിന്നു. ലേവി ഗോത്രം സത്യത്തിൽ അവർ വില കൊടുത്ത് കാണുന്നറിയാം. എന്നാൽ മോശം വന്നിട്ട് പറഞ്ഞു, യഹോവയുടെ പക്ഷത്തുള്ളവൻ. ഇന്ന് രാത്രി ഒരു വേർതിരിവിന്റെ സമയം വരാൻ പോകും. ദൈവത്തെ സേവിക്കുന്നവരും സേവിക്കാത്തവരും തമ്മിലുള്ള വ്യത്യാസം വരാൻ സമയമായി. എപ്പോ? കർത്താവിന്റെ സമയമായി. കർത്താവിനുള്ള വിശുദ്ധന്മാരെ ചേർക്കാൻ, പാപത്തോട് നിൽക്കുന്ന വിശുദ്ധന്മാരെ ചേർക്കാൻ, കർത്താവ് ഗംഭീരനാഥത്തോടും പ്രധാന ശബ്ദത്തോടും ദൈവത്തിന്റെ കാലത്തോടും കൂടെ അവർ സ്വർഗ്ഗത്തിൽ ഇറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കും. പിന്നെ ജീവനോടെ ശേഷിക്കുന്നത് രൂപാന്തരപ്പെടും. ഞാൻ ഇന്ന് രാത്രി എന്റെ പ്രസംഗം നിർത്തുമ്പോൾ ഒരു കാര്യം പറയാം. കർത്താവിന്റെ വരവെങ്കിൽ ഒരു ചെറിയ കൂട്ടം കാണോ, ഒരു ചെറിയ കൂട്ടം കാണോ. ആ കൂട്ടത്തിൽ ഞാൻ ഉണ്ടാകുമെന്ന് ഉറപ്പുള്ള എത്ര ദൈവമക്കളുണ്ട്. പാപത്തിന് കൂട്ടുനിൽക്കാതെ, ബന്ധത്തിന് കൂട്ടുനിൽക്കാതെ, സ്വന്തത്തിന് കൂട്ടുനിൽക്കാതെ ലേവി ഗോത്രത്തെ പോലെ അവൻ മാറി നിൽക്കാമെങ്കിൽ നീ
ദൈവം നിന്നെ ചേർക്കാൻ സമയമായി, നിന്നെ ചേർക്കാൻ സമയമായി. അതിനുവേണ്ടി നമുക്ക് ഒരുങ്ങാമെന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവം സഹായിക്കട്ടെ. കർത്താവിന്റെ സ്വപ്രാവസരം നൽകി ദൈവദാസനോട് സഭയോട് നന്ദി പറയാൻ നോക്കിക്കോട്ടെ. രാത്രിയിലും ദൈവം നമ്മോട് ഹൃദ്യമായി ഇടപെട്ട ദൈവശബ്ദത്തിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. നമ്മെ യഥാർത്ഥമായി അറിയുന്നൊരു ദൈവം, നമ്മുടെ അവസ്ഥകളെ പ്രകൃതി അറിയുന്ന ദൈവം, നമുക്ക് പോകേണ്ടുന്ന വഴി ചൊവ്വയുള്ള പാത കാണിച്ചു തന്നു. ആഗ്രഹിച്ച തുറമുഖങ്ങളിൽ എത്തിപ്പിക്കുവാൻ മതിയായൊരു നല്ല കർത്താവ് രാത്രി നമ്മെ സമ്പൂർണ്ണമായി ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ന്യായവിധിയുടെ പെട്ടകത്തിൽ നിന്ന്, കരുതുന്ന സംരക്ഷിക്കുന്ന പെട്ടകത്തിൽ നിന്ന്, അതേ ഒരു സ്തോത്രം, ഹല്ലേലൂയ, ജീവനുള്ള പെട്ടകത്തിന്റെ അടുക്കിലേക്ക് അവൻ ദൈവം നമ്മെ കൊണ്ടുവന്നിരിക്കുമ്പോൾ, ഹല്ലേലൂയ, ആരാധനയുടെ ആ ദൈവസാന്നിധ്യത്തിന്റെ പെട്ടകത്തിൽ ദൈവത്തിന്റെ പൈതലെ സ്തോത്രം, ദൈവത്തോട് ചേർന്നായിരിക്കാൻ ഈ തലമുറ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുകയാണ്. കേട്ടതിനെ നമുക്ക് അധിക ശ്രദ്ധയോടെ കരുതിക്കൊള്ളാം. കർത്താവിനോട് ചേർന്ന് വസിച്ച് ദൈവത്തിന് പ്രിയമുള്ള മഹിമയുള്ള സാക്ഷികളായി കർത്താവിന്റെ സന്നിധിയിൽ മുന്നേറുന്നതിനായി നമുക്ക് വിനയപ്പെടുത്താൻ നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ കണ്ണുകളും കൂടി വിശ്വാസത്തോടെ ചെയ്യാം. ദൈവമക്കളെ ദൈവം അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ ദാസൻ ഹല്ലേലൂയ സ്തോത്രം അനുഗ്രഹിക്കുന്നതിനായി പ്രാർത്ഥിക്കാം. കുടുംബത്തിൽ എല്ലാ പ്രിയപ്പെട്ടവരെ സമർപ്പിച്ചുകൊണ്ട് അടുത്ത ദിവസം ആരാധനയോഗം അനുഗ്രഹമായി തീരേണ്ടതിനായിട്ടും എല്ലാ വിഷയങ്ങളെ ഓർത്തുകൊണ്ട് ചുരുക്കമായ വാക്കുകൾ ബോബിച്ചാൻ പ്രാർത്ഥിച്ച് മീറ്റിംഗിലൂടെ അവസാനം Gracias.